ഇറങ്ങി വന്ന് നമ്മെ പരിപാലിച്ച ദൈവത്തിന്റെ സ്ഥാനത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ല തില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവരേ. നന്ദിയല്ല തില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവരേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ല തില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവരേ. നന്ദിയല്ല തില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവരേ. ബഹുദൂരം മുൻപോട്ടു പോകാം, ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുൻപോട്ടു പോകാം, ബലം നൽകി നീ നടത്തി. തളർന്നോരു നേരത്തിലെല്ലാം അവൻ ആശ്വാസമാ. തളർന്നോരു നേരത്തിലെല്ലാം അവൻ ആശ്വാസം. വന്ന വഴികൾ നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ല തില്ലൊന്നുമില്ല എന്നു കരങ്ങളിൽ വഹിച്ചവരേ. നന്ദിയല്ല തില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവരേ. നന്ദിയല്ല തില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവരേ. ഞങ്ങളുടെ കർത്താവേ, തിരുമുഖത്തേക്ക് ഇന്ന് പകൽ കാലങ്ങൾ നോക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ തലദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ ദിവസവും ഞങ്ങളുടെ അത്ഭുതത്തിലൂടെ വഴി നടത്തി ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകി നന്ദി പറയുന്നു. ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങൾ നിന്നതല്ല, ദൈവം ഞങ്ങൾ നിർത്തിയ അവിടുത്തെ മഹാകരുണയോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യണം. എല്ലാ കൃപകളും തന്ന ദൈവം ഞങ്ങളെ മാനിക്കണം. തിരുക്കരകളിലേക്ക് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ ഒന്നുകൂടി താഴ്ത്തിയേൽപ്പിക്കണം. അവിടുത്തെ മഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്തമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ അവേ നമ്മുടെ കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന്റെ മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് എല്ലാ പുകഴ്ചയും ബഹുമാന ശക്തിയും ഞാൻ അർപ്പിക്കുകയാണ്. ദൈവമൊക്കെ നമ്മളെ നിലനിർത്തുന്ന ആ ദൈവത്തിന്റെ കരുതൽ എത്രയോ ശ്രേഷ്ഠമാണ്. നമ്മൾ കഴിക്കുന്ന ഈ ആഹാരത്തിന്റെ ബലമോ നമ്മൾ കുടിക്കുന്ന മരുന്നിന്റെ ശക്തിയോ ഇതൊന്നുമല്ല. ദൈവത്തിന്റെ കരുതലാണ്, ദൈവത്തിന്റെ കരുണയാണ്.
സ്തോത്രം. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ യാത്രയില്, നമ്മുടെ കുടുംബജീവിതത്തില്, നമ്മുടെ ജോലി സാഹചര്യങ്ങളില്, എല്ലാ മേഖലകളിലും ദൈവിക സാന്നിധ്യം കൊണ്ട് നമ്മെ നിറച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കാലം എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട വിശേഷാൽ കർത്താവിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഒന്നിച്ച് പിന്നെയും കർത്താവ് വരുവാൻ താമസിച്ചതുകൊണ്ട് കൂടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ അവസരത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. കുടുംബമായി കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാക്കുന്ന സുദീർഘമായ ഒരു ആലോചനയ്ക്ക് വേണ്ടിയുള്ള സമയം നമുക്ക് മുൻപിലില്ല. നിങ്ങൾക്കറിയാം, ഞാൻ തിരുവനന്തപുരത്ത് കടന്നു പോകേണ്ട ആ വ്യക്തിയാണ്. പ്രൈസ് ലോർഡ്, സ്തോത്രം. അതുകൊണ്ട് എനിക്ക് വളരെ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. നാളത്തെ വിശുദ്ധ ഞായറാഴ്ചയാണല്ലോ, ആരാധനയ്ക്കുള്ളത് കൊണ്ട് അധിക സമയങ്ങളിൽ നിന്ന് ചെലവഴിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഉള്ള സമയങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായി തീരാം. അതിനുവേണ്ടി കർത്താവ് നമ്മെ ഒരുക്കട്ടെ. ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. നമുക്കൊരു വചനം വായിച്ച് ചില കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ ചിന്തിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യിരെമ്യാ പ്രവചനം 50-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നമുക്ക് ദിവസം ഒന്ന് വായിക്കാം. യിരെമ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. പിന്നെ ഞാൻ ഇസ്രായേലിനെ അവന്റെ മേച്ചിൽ പുറത്തേക്ക് മടക്കി വരുത്തും. അവൻ കർമ്മേലിലും ബാശാനിലും മേഞ്ഞുകൊണ്ടിരിക്കും. എഫ്രയീം മലനാട്ടിലും ഗിലെയാദിലും മേഞ്ഞ് അവന് തൃപ്തി വരും. മതി. ദൈവം നന്ദി. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ശക്തി പകർന്ന നന്ദി കൊടുക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രയേലിനോട് പറയുന്ന ഒരു വലിയ ദൂതാണ്. ആമേൻ. ഇസ്രയേൽ ജനം ദൈവസന്നിധിയിൽ കടന്നു വരും, പിന്മാറിപ്പോകും, വീണ്ടും കടന്നു വരും, പിന്മാറിപ്പോകും. പ്രവാചകന്മാരെ അവരുടെ ഇടയിലേക്ക് അയക്കും, പ്രവാചകന്മാർ ദൂത് കൊടുക്കും. ആമേൻ. പിന്നെയും മനസ്താപം ഉണ്ടാകും, അവര് മടങ്ങി വരും. നമ്മുടെ സ്വഭാവമായിരുന്നു ഇസ്രയേൽ. നമ്മളൊരു കാലത്ത് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും? ശുഷ്കാന്തിയോടെ കടന്നു വരും. കുറച്ചു ദിവസം കഴിയുമ്പോൾ ആരാധനയും പ്രാർത്ഥനയും എല്ലാം നിശ്ചലമാകും. വീണ്ടും ദൈവദാസന്മാർ ദൂത് കൊടുക്കും, പിന്നെയും മടങ്ങി വരും. ആമേൻ, സ്തോത്രം. നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമല്ല ഇസ്രയേലും. അതുകൊണ്ട് ഇസ്രയേല് പലപ്പോഴും ദൈവത്തിൽ നിന്ന് പിന്മാറി പോയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ദാസന്മാരെ അയച്ച ദൈവശക്തമായ ദൂത് അവർക്ക് കൊടുത്തു. എന്നിട്ട് അവരോട് പറയുക, നിങ്ങൾ ഭാരപ്പെടേണ്ട, ഞാൻ നിങ്ങളെ മേച്ചിൽ പുറത്തേക്ക് കൊണ്ടുവരും. ഇന്ന് നിങ്ങൾ മേച്ചിലില്ലാതെ നിങ്ങൾ വിവിധ നിലവാരത്തിലും കഷ്ടതയിലും ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് സമൃദ്ധി തന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുമെന്ന ഒരു ആലോചനയാണ് ഇന്ന് പൽക്കാൽ ദൈവസഭയോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. നമുക്കൊരു മേച്ചിൽ പുറം ദൈവം വെച്ചിട്ടുണ്ട്. ആമേൻ. ഉണങ്ങിയ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ നമുക്ക് വേണ്ടിയാണ് കർത്താവ് മേച്ചിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആമേൻ, ഹല്ലേലൂയ. അടുത്ത വർഷങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി ചില നന്മകളെ ഒരുക്കി തരും. നമുക്കത് വിശ്വസിക്കുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് എങ്ങനെയാണ് മേച്ചിൽ പുറം കണ്ടെത്തുവാൻ കഴിയുന്നത്? ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 4 സ്ഥലത്തെ പറ്റി പ്രവാചകൻ അവിടെ എടുത്തു പറയുന്നുണ്ട്. 4 സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ആ 4 സ്ഥലം അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. 1 കർമ്മേൽ, 2 ബാശാൻ, 3 എഫ്രയീം, 4 ഗിലെയാദ്. 4 അനുഭവങ്ങളിലൂടെ ദൈവമക്കളെ ദൈവം കൂട്ടിക്കൊണ്ടു പോയിട്ട് ആമേൻ നമുക്കൊരു മേച്ചിൽ പുറം തരുവാൻ അവരൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. സ്തോത്രം. ഈ 4 അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ വിടുതൽ നമ്മൾ പ്രാപിക്കുന്നത്, ആ അനുഗ്രഹം നമ്മൾ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവേ, എന്നെ ഏത് ഭാഗത്താണ് ക്രമീകരിക്കേണ്ടത്, ഏത് സ്ഥലത്തുകൂടിയാണ് ഞാൻ കടന്നു വരേണ്ടത് എന്ന് ഇന്ന് പകൽക്കാലം ദൈവ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഇസ്രായേലേ, ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുവരും. മടക്കിക്കൊണ്ടുവരുന്ന എങ്ങോട്ടാ? ആമേൻ, സ്തോത്രം. വിവിധ സ്ഥലങ്ങളിലൂടെ മടക്കിക്കൊണ്ടുവന്ന ഒരു മേച്ചിൽ പുറത്ത് നിന്നെ ഞാൻ ആക്കി വെക്കും. അവിടെ വെള്ളമുണ്ട്, അവിടെ സ്വസ്ഥതയുണ്ട്, അവിടെ ആത്മാവിന് തണുപ്പുണ്ട്. ആമേൻ. അവിടെ ആഹാരമുണ്ട്. എല്ലാം അടങ്ങിയ ഒരു സ്ഥലമാണ് മേച്ചിൽ എന്ന് പറയുന്നത്. സ്തോത്രം. ആമേൻ. ആ അനുഭവത്തിലേക്ക്
പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. ആമേൻ. ഒന്നാമത്തെ ഭാഗം വായിക്കുന്നത്, അല്ലെങ്കിൽ ആ ഭാഗം ഒന്നുകൂടെ വായിച്ചാട്ടെ. സ്തോത്രം. പിന്നെ ഞാൻ ആമേൻ. ഇസ്രായേലിനെ അവന്റെ മേച്ചിൽ പുറത്തേക്ക് മടക്കി വരുത്തും. ആ അവൻ കർമ്മേലിലും ഒന്ന് കാണുവാൻ കഴിയുന്നത് കർമ്മേൽ. നമ്മളെ മടക്കി വരുത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒന്നാമത്തെ സ്ഥലം കർമ്മേലാണ്. ആർക്കെങ്കിലും പറയാമോ കർമ്മേലിന്റെ അനുഭവം എന്താ? നമ്മളെ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്ന ഏലിയാവിന്റെ കാര്യം പറയാത്ത മെസ്സേജുകളില്ലേ? സ്തോത്രം. കാരണം യാക്കോബ് എടുത്തു പറഞ്ഞിരിക്കുക, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ ഏലിയാവിനും ദേഷ്യം വന്നു, അല്ലേ? നമുക്ക് വിശപ്പുണ്ടെങ്കിൽ ഏലിയാവിനും വിശപ്പ് വന്നു. നമുക്ക് ക്ഷീണമുണ്ടെങ്കിൽ ഏലിയാവിനും ക്ഷീണം വന്നു. അപ്പൊ നമ്മുടെ അതേ രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. പക്ഷെ ഏലിയാവ് പ്രാർത്ഥനയിൽ കൽപ്പിച്ചു, അത് അങ്ങനെ തന്നെ സംഭവിച്ചു. സ്വത്രം. അതുകൊണ്ട് യാക്കോബ് എടുത്തു പറഞ്ഞത്, ഏലിയാവ് കൽപ്പിച്ചെങ്കിൽ അതങ്ങനെ സംഭവിച്ചുവെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നടക്കില്ലേ? നടക്കും. നിശ്ചയമായിട്ടും അത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കൽപ്പിച്ചു പ്രാർത്ഥിക്കുവാനും നമുക്ക് അധികാരമുണ്ട്. സ്തോത്രം. പ്രതികൂലങ്ങളെ കണ്ടിട്ട്. അപ്പൊ നോക്കിക്കേ, ഏലിയാവ് കർമ്മേൽ പർവ്വത്തിൽ കയറി നടത്തിയ ഒരു പ്രാർത്ഥനയെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിന്റെ 18-ാം അധ്യായം 30-ാമത്തെ വാക്യങ്ങളെ വേഗത്തിൽ ഒന്ന് വായിക്കാം. സ്തോത്രം. അല്ലെങ്കിൽ ഏലിയാവ് ചെയ്ത ഒരു വലിയ പ്രവൃത്തിയുണ്ട്. സ്തോത്രം. എന്താണ് ആ വലിയ പ്രവൃത്തി? ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവിനെന്ന് സർവ്വജനത്തോട് പറഞ്ഞു. ആമേൻ. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞുവിടുന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. മതി, നിൽക്കട്ടെ. ഇവിടെ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൽ നമുക്കറിയാം. ഹല്ലേലൂയ. ഏലിയാവ് കർമ്മേൽ പർവ്വത്തിൽ കയറിയിട്ട് ആമേൻ യാഗപീഠം നന്നാക്കുകയാണ്. സ്തോത്രം. അവിടെ യാഗപീഠം നന്നാക്കാൻ ഒരു കാരണമുണ്ട്. ആമേൻ. ഇസ്രായേൽ ജനം, അല്ലെ ആഹാബിന്റെ ആമേൻ സ്തോത്ര പ്രവാചകന്മാർ, ഇസ്രായേലിന്റെ പ്രവാചകന്മാരും 2 കൂട്ടരെ കൂട്ടിയ 850 പേരുണ്ട്. ഇവര് മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ചില സമയത്ത് ഈ സത്യ ദൈവത്തെയും ആരാധിക്കാൻ പറ്റും. അപ്പോ സാഹചര്യങ്ങൾ എങ്ങനെ ഒക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ആരാധന. മനസ്സിലായോ? അപ്പൊ ജീവനുള്ള ദൈവം യഹോവയാണെന്ന് മനസ്സിലായാലും പലപ്പോഴും ഇവർ ആരാധിക്കാറില്ല. ചിലപ്പോൾ പാലിന്റെ ദൈവങ്ങളെ ഇവര് ആരാധിക്കാനും മുട്ടുമടക്കാനും പോകും. ഇത് കണ്ടിട്ട് ഏലിയാവിന് ഭയങ്കര വിഷമമായി. ഏലിയാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുവേ. യഹോവയാണ് ദൈവമെങ്കിൽ നിങ്ങൾ യഹോവയെ ആരാധിക്കണം. അല്ല, ബാലാണ് ദൈവമെങ്കിൽ ഈ ബാലിനെ ആരാധിക്കണം. ഏത് ദൈവമാണെന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പർവ്വതത്തില് നമുക്ക് യാഗപീഠം പണിതിട്ട് അവൻ സ്തോത്രം കാളകളെ കൊണ്ടുവന്ന് മുറുക്കി കണ്ണമായി അവൻ യാഗപീഠത്തിന്റെ പുറത്ത് വെച്ചിട്ട് ആമേൻ സ്തോത്രം തീ കത്തിക്കാതെ പ്രാർത്ഥന തന്നെ തീ ഇറങ്ങി കത്തണം. ആമേൻ. അങ്ങനെ കത്തുകയാണെങ്കിൽ ആ ശക്തിയുടെ ദൈവം ആരാണെന്ന് ആമേൻ വെളിപ്പെട്ടു വരും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. 2 കൂട്ടരെ സമ്മതിച്ചു. ഏലിയാവിന്റെ ഭാഗത്ത് ഏലിയാവ് മാത്രമേ ഉള്ളൂ. ആഹാബിന്റെ സ്ഥലത്ത് 850 പ്രവാചകന്മാരുണ്ട്. അവരൊക്കെ അശേര പ്രതിഷ്ഠകളെ ആരാധിക്കുന്നവരാ. ബാലിന്റെ ബാലായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവരാ. സ്തോത്രം. അവർ 850 പേരും, ഏലിയാവ് ഒറ്റയ്ക്കും. ആമേൻ. ഏലിയാവ് ഒരു കാര്യം പറഞ്ഞു, ആരംഭിക്കാം, നമുക്ക് യാഗം ആരംഭിക്കാം, ആരാധന ആരംഭിക്കാം. ആദ്യത്തെ ഭാഗം സ്തോത്രം ഈ 850 പ്രവാചകന്മാർക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്തു. അവര് ചെയ്തത് കേൾക്കണമോ? കാളെ കൊണ്ടുവന്നു, തോലിരിച്ചു, കണ്ണമായി നുറുക്കി, യാഗപീഠം ഉണ്ടാക്കി, അതിന്റെ പുറത്ത് വെച്ചിട്ട് ആരാധന തുടങ്ങി. സ്തോത്രം. വായിക്കുന്ന ഈ വചനത്തിൽ വായിക്കുന്ന രാവിലെ മുതൽ ഉച്ചവരെയും അവരുടെ ദൈവത്തോട് നിലവിളിച്ചു. ദൈവമേ, നോക്കണമേ, ഈ യാഗത്തിന്മേൽ ഇറങ്ങി വരണമേ, തീ കൊണ്ട് ദഹിപ്പിക്കണമേ. ഇവര് ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എവിടെ? ഒരു ദൈവത്തിനും മനസ്സലിവ് തോന്നിയില്ല. ആമേൻ. ആമേൻ. യാഗത്തിൽ തീ ഇറങ്ങിയില്ല. ഏലിയാവ് ചെന്നിട്ട് പറഞ്ഞു, നിർത്തും നിങ്ങളുടെ പ്രാർത്ഥന. എത്ര നേരം കൊണ്ട് ഈ പ്രാർത്ഥന തുടങ്ങിയതാ? ഇതുവരെയും ഈ യാഗത്തിന്മേൽ ഒരു പ്രസാദം ഉണ്ടായില്ലേ? ഇനി മാറി നിൽക്കൂ. ഇനി എന്റെ കൂട്ടമാണ്.
Praise the Lord. അവരെ അങ്ങോട്ട് 850 പേരെ മാറ്റി നിർത്തിയിട്ട് ഏലിയാവ് ചെയ്തത് വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണ്. ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിതു. സ്വത്രം. ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിയണമെങ്കിൽ അവിടെ നേരത്തെ യാഗം സമർപ്പിച്ചതായിരിക്കണം, അല്ലേ? അങ്ങനെയല്ലേ? നേരത്തെ പണിതിട്ടുള്ളതാണ്, നേരത്തെ ആരാധിച്ചിട്ടുള്ളതാണ്, നേരത്തെ യാഗപീഠം ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ പൊളിഞ്ഞു കിടക്കുക. ഇപ്പൊ അവിടെ യാഗമില്ല, സ്വന്തം. ഇപ്പൊ അവിടെ ആരാധനയില്ല, ഇപ്പൊ അവിടെ ദൈവപ്രസാദം ഇറങ്ങുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങണമെങ്കിൽ, ഈ യാഗപീഠത്തിന്റെ തീ ഇറങ്ങണമെങ്കിൽ ആദ്യം നന്നാക്കേണ്ടത് നന്നാക്കണം. അവേ ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ ഏലിയാവ് കണ്ടു. അതിന്റെ കല്ലുകളൊക്കെ എവിടെയൊക്കെയോ കിടക്കുകയാണ്. ഇപ്പൊ കാടുമെല്ലാം കയറി, വള്ളയെല്ലാം കയറി, അങ്ങ് വല്ലാത്ത രീതിയിൽ അത് കിടക്കുകയാണ്. വല്ല അരണയും ഒന്നും പാമ്പും എലിയൊക്കെ കാണും. എവിടെയാ? ആ യാഗപീഠത്തിന്റെ വിടവിലൊക്കെ. അവനെയൊക്കെ ഒന്ന് പുറത്തി ആടിച്ചിട്ട് ആമേൻ സ്തോത്രം അതിനെ ഒന്ന് നന്നാക്കാൻ തയ്യാറാകുക. നിങ്ങൾ തമ്പിയുടെ ഹൃദയം കണ്ടിട്ടുണ്ടോ? തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ട്രാക്ടർ ഉണ്ട്. പണ്ട് കാലത്ത് അതൊരു കാലത്ത് അത് മാത്രമുള്ളായിരുന്നു ട്രാക്ടായിട്ട്. സ്തോത്രം. തമ്പിയുടെ ഹൃദയത്തിനകത്ത് പാമ്പുണ്ട്, പഴുതാരയുണ്ട്, പട്ടിയുണ്ട്, അല്ലെ, പന്നിയുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. അവൻ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവങ്ങൾ ഈ തമ്പിയുടെ ഹൃദയത്തിനകത്ത് ഉണ്ട്. സ്തോത്രം. യേശുവിന്റെ പ്രകാശം ഇറങ്ങി വരുമ്പോൾ പന്നിയൊക്കെ ഓടുന്ന ഓട്ടം കാണുന്ന ഹൃദയത്തിൽ നിന്ന്. സ്തോത്രം. ഒരു അനുഗ്രഹിക്കപ്പെട്ട ട്രാക്ടായിരുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവ സാന്നിധ്യമില്ലാത്ത സമയങ്ങൾ എപ്പോഴാണോ അപ്പോഴൊക്കെ വേണ്ടാത്ത സകല ഹൃദയത്തിനകത്തേക്ക് വരും. ഹല്ലേലൂയ. മൊബൈലും ലാപ്പും കമ്പ്യൂട്ടറൊക്കെ നല്ലതാണ്, അല്ലേ? പക്ഷെ അത് ഒത്തിരി ഓവർ ആയാലോ അതും പ്രശ്നം. വേണ്ടാത്തതൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കും. ആരാധിക്കാൻ മനസ്സ് തോന്നത്തില്ല, പ്രാർത്ഥിക്കാൻ മനസ്സ് തോന്നത്തില്ല, ദൈവസേന മുട്ടുമടക്കാൻ മനസ്സ് തോന്നത്തില്ല. കാരണം അതുമായിട്ടൊരു വലിയ ബന്ധത്തിലേക്ക് പോകുന്നതുകൊണ്ട് ദൈവിക സാന്നിധ്യം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് ആ കർമ്മേലിന്റെ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി വരണം. എന്താ? എന്റെ ആരാധന നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ അതിന്റെ ശൂന്യതകളെ കണ്ട് നമുക്കൊന്ന് പണിയുവാൻ കഴിയണം. കർത്താവേ, നഷ്ടപ്പെട്ടുപോയ ആരാധന, നഷ്ടപ്പെട്ടുപോയ പ്രാർത്ഥന ജീവിതം, നഷ്ടപ്പെട്ടുപോയ ആത്മീയ ചൈതന്യം എനിക്ക് മടക്കി തരണമെന്ന് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. അഥവാ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഏലിയാവ് നേരിട്ട് യാഗം കഴിക്കുകയല്ലായിരുന്നു, ഇടിഞ്ഞു കിടന്ന അവസ്ഥയെ പ്രാരംഭമായി പണിതു. യാക്കോബിന്റെ മക്കളുടെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം 12 കല്ലുകൾ എടുത്തു, അതിനെ വെക്കേണ്ട സ്ഥാനത്ത് വെച്ചു. ഹല്ലേലൂയ. അതിനെ ഭംഗിയായി പണിതു. ഒന്നാമത്തെ കാര്യം യാഗപീഠം ശരിയാക്കുക എന്നുള്ളതാണ്. യാഗപീഠം ആരാധനയെ കാണിക്കുകയാണ്, പ്രാർത്ഥനയെ കാണിക്കുകയാണ്. യാഗപീഠം എവിടെ തകർന്നിട്ടുണ്ടോ അവിടെ പരാജയം ഉണ്ടായിട്ടുണ്ട്. ആമേൻ. അബ്രഹാം വിജയിച്ചതൊക്കെ എങ്ങനെയാ? താൻ പോയ മേഖലകളിലൊക്കെ ആദ്യം ചെയ്തത് കൂടാരം അടിക്കുന്നതിന് മുമ്പ് യാഗപീഠമാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവല്ലേ! പോകുന്ന വഴിക്കൊക്കെ യാഗപീഠത്തിന് പ്രസക്തി കൊടുത്തു. അബ്രഹാമിന്റെ പാരമ്പര്യ ശക്തികളൊക്കെ അബ്രഹാം മാറ്റി നിർത്തി. അങ്ങനെയാ നമ്മൾ ഇനി ഹിന്ദുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതായിരിക്കട്ടെ, ക്രിസ്ത്യാനിൽ നിന്നായിരിക്കട്ടെ, മുസ്ലിമാൻ ആയിരിക്കട്ടെ, ഏത് വിഭാഗത്തിൽ നിന്നായിരിക്കട്ടെ, പക്ഷേ അവർക്കെല്ലാം ഒരു പാരമ്പര്യ ശക്തികളുണ്ട് കൂടെ. പക്ഷെ എപ്പോഴത് മാറി നിൽക്കും? യാഗപീഠം പണിയുമ്പോൾ, ആരാധന സമർപ്പിക്കപ്പെടുമ്പോൾ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ കൂടെയുള്ള എല്ലാ പുതിയ ശക്തികളും മാറി നിന്നത് താൻ എപ്പോഴൊക്കെ ആരാധന സമർപ്പിച്ചിട്ടുണ്ടോ, യാഗപീഠം സമർപ്പിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ അത് മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് പകൽക്കാലം മക്കളെ നമ്മൾ ആ നിലവാരത്തിലേക്ക് എത്തണം. നമ്മുടെ യാഗപീഠം ഒരിക്കലും ഇടിഞ്ഞു പോകരുത്, ആരാധന നഷ്ടപ്പെട്ടു പോകരുത്, പ്രാർത്ഥന ജീവിതം കുറഞ്ഞു പോകരുത്. പണിയുവാൻ തയ്യാറാകണം.
ഹല്ലേലൂയ. ഏലിയാവ് ആമേൻ സ്തോത്രം ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പണിയുവാൻ താല്പര്യപ്പെട്ടു. അവൻ യാഗപീഠം പണിതു. ആമേൻ. ശ്രദ്ധിക്കണം. എന്നിട്ട് കാളകളെ കൊണ്ടുവന്നു, അതിന്റെ തോലുരിച്ചു, വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ എടുത്തു കളഞ്ഞു, ഖണ്ഡഖണ്ഡമായി നുറുക്കി യാഗപീഠത്തിന്റെ പുറത്ത് വെച്ചു. എന്നിട്ട് മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ യാഗപീഠത്തിന് ചുറ്റും ആമേൻ ഒരു തോടുണ്ടാക്കി വെള്ളവും കോരി ഒഴിച്ചു. ഇനി അത് പോരാഞ്ഞിട്ട് യാഗപീഠത്തിന്റെ പുറത്ത് എന്ത് ചെയ്തു? വെള്ളം ഒഴിച്ചു. എന്തിനാ വെള്ളം ഒഴിച്ച്? ഇത് അവിശ്വസനീയമാകണം എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് ജനത്തെ ഒന്ന് കാണിക്കാൻ വേണ്ടി പച്ചവെള്ളം വരെ അതിന്റെ പുറത്ത് കോരി ഒഴിച്ചു. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീ കത്താൻ എളുപ്പമാണോ? ഇല്ല. അപ്പൊ ആ ദൈവത്തിന് ഇതെല്ലാം കഴിയുമെന്ന് ഏലിയാവ് ചൂണ്ടിക്കാണിക്കുക. സ്തോത്രം. വെള്ളവും ഒഴിച്ചു. എന്നിട്ട് ആ ഏലിയാവ് ഇവര് പ്രാർത്ഥിച്ച പോലൊന്നും ആമേ സ്തോത്രം 3 ദിവസമോ 7 ദിവസമോ 21 ദിവസമോ 40 ദിവസമോ ഒന്നും ഉപവസിക്കാൻ പോയില്ല. ഉപവസിച്ചോ? ഇല്ല. സ്തോത്രം. ഏലിയാവ് 2-3 വാചകത്തിൽ പ്രാർത്ഥന ആരംഭിച്ചു. എന്താ പ്രാർത്ഥന? 36-ാമത്തെ വാക്യം വായിച്ചു. ഏലിയാവിന്റെ പ്രാർത്ഥന നമുക്ക് അവിടെ കാണാം. സ്തോത്രം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ആമേൻ ഏലിയാ പ്രവാചകൻ അടുത്ത് ചെന്ന് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്ന് ഞാൻ നിന്റെ ദാസനെന്ന് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. കണ്ടോ? ആമേ. ഒരു കൽപ്പനയാണ് ഏലിയാവ് ചെയ്യുന്നത്. അധികം ഒന്നും വാക്കുകൾ കൂട്ടി പ്രാർത്ഥിച്ചില്ല. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമായ യഹോവേ, നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നുവെന്ന് ആമേൻ പലരും കാണേണ്ടതിന് ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് യാചനയല്ലേ? പ്രാർത്ഥന എന്ന് പറയുന്ന അപേക്ഷയല്ലേ? ദൈവത്തോടുള്ള റിക്വസ്റ്റ് അല്ലേ പ്രാർത്ഥന? പക്ഷേ ഏലിയ അവിടെ കൽപ്പിക്കുവാനുള്ള അതോറിറ്റി എന്തെന്ന് ചോദിച്ചാൽ ചെയ്യേണ്ടത് അവൻ ഭംഗിയായി ചെയ്തു. അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ട് ഞാൻ പറയാം, കൽപ്പിച്ചാൽ മതി, അത് അവിടെ സംഭവിപ്പാനായി തീരും. സ്തോത്രം. എന്താ ചെയ്യേണ്ടത്? ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥ നമുക്കൊന്ന് കാണണം. അല്ലെങ്കിൽ പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥ ഒന്ന് കാണണം. ശൂന്യമായ അനുഭവത്തെ നമുക്കൊന്ന് കാണണം. അത് കണ്ടിട്ട് ഈ ദിവസങ്ങളിൽ പണിയാൻ താല്പര്യപ്പെടുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി ഇറങ്ങി വരും. എത്ര പേര് വിശ്വസിക്കുന്നു? ആ കാലം ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പണിയേണ്ട കാര്യങ്ങൾ പണിതേച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതൽ സംഭവിക്കും. ആമേൻ. അവിടെ മാറ്റം സംഭവിക്കും. നമുക്ക് ആരോടും പിണങ്ങിയിരിക്കുവാൻ വ്യവസ്ഥയില്ല, അല്ലേ? സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ യാഗപീഠം പണിയുന്നതിന് തടസ്സമാണ്. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റിക്കളയേണ്ടത്? ദൂഷ്യ സ്വഭാവങ്ങളുള്ളത്, അതിനോടെല്ലാം നമ്മൾ വിട പറയണം. അതാണ് യാഗപീഠം. പ്രൈസ് ദി ലോർഡ്. ആ യാഗപീഠത്തിന്റെ മുമ്പിൽ വന്ന് നമ്മുടെ കുറവശങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ അവിടെ വിടുതൽ ഉറപ്പാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതാ പ്രാരംഭത്തിൽ ചെയ്യണം. അത് ഇസ്രായേൽ പലപ്പോഴും അതിൽ പരാജയപ്പെട്ടവരാ. സ്തോത്രം. അതുകൊണ്ട് ഏലിയാവ് തീയിറക്കുവാൻ ചെയ്ത പ്രവൃത്തി ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പണിതു. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഉടനെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി മണ്ണ് വരെ ദഹിപ്പിച്ചതാ. അല്ലെ? അങ്ങനെ എഴുതിയിരിക്കുന്നത്. മണ്ണ് വരെ ദഹിപ്പിച്ചു. പ്രാർത്ഥനയുടെ ശക്തി നോക്കിക്ക്. സ്തോത്രം. ആമേൻ. കൽപ്പിച്ചു പ്രാർത്ഥിക്കുവാൻ നമുക്ക് വ്യവസ്ഥ ദൈവാത്മാവ് തരുന്നുണ്ട്. സ്തോത്രം. പിശാചിനോട് കൽപ്പിക്കാം, പ്രതികൂലത്തോട് കൽപ്പിക്കാം. ഹല്ലേലൂയ. നമുക്കറിയാം ഈ ക്ലൈമറ്റുകളൊക്കെ ദൈവം നിർത്തിയിരിക്കുന്നതാണ്. സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെയൊക്കെ ദൈവം നിർത്തിയിരിക്കുന്നതാണ്. അതൊക്കെ അതിന്റെ നിലയിൽ പ്രവർത്തിക്കണം, കറങ്ങണം, ആമേൻ എന്നൊക്കെ ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണ്. ഒരിക്കൽ യോശുവ ഭക്തൻ അങ്ങോട്ട് ചെന്നിട്ട് പറയുക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ സൂര്യനും ചന്ദ്രനും ഇവിടെ നിന്ന് അനങ്ങിപ്പോകരുത്. എത്ര മണിക്കൂർ നിന്നായിരുന്നിരിക്കുന്നത്? ഒരു ദിവസം മുഴുവൻ. അപ്പൊ സൂര്യൻ ചലിക്കണമെന്നും ചന്ദ്രൻ ചലിക്കണമെന്നും ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ഭ്രമണപഥത്തിൽ നിന്നുകൊണ്ട് കറങ്ങി അല്ലെങ്കിൽ ചലിക്കണം. പക്ഷെ അത് ദൈവത്തിന്റെ നിയമമാണ്. ആ നിയമത്തെ ഒരു ഭക്തൻ ഒറ്റ പ്രാർത്ഥന കൊണ്ട് നിർത്തുകയാണ്. ഹല്ലേലൂയ. മഴ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹമാണ്. ഏലിയാവ് ചെന്നിട്ട് പ്രാർത്ഥിക്കുക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി എന്ത് ചെയ്യരുത്?
മഞ്ഞുമഴ ഉണ്ടാകരുത്. പ്രകൃതിയോട് കൽപ്പിക്കുകയാണ്. ദൈവം ആ പ്രാർത്ഥന കേട്ടില്ലേ? പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പ്രതികൂലത്തിന്റെ മധ്യത്തിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന സ്വർഗം മറുപടി തരാതിരിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബ് വിളിച്ചു പറഞ്ഞത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, അവൻ കൽപ്പിച്ചപ്പോൾ 6 മാസം മഴ പെയ്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കേണ്ട ദൈവമക്കളെ, ഈ ദിവസങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതലുണ്ട്. സ്തോത്രം. ഒരു മേച്ചിൽ ആവശ്യമാണോ? അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ അനുഭവം നമ്മളെ തന്നെ ഒന്ന് കാണുക, ശൂന്യതകളെ പണിയുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, നിന്നെ ഞാൻ കർമ്മേലിലൂടെ കൊണ്ടുവരും. ആമേൻ. നിനക്ക് നന്മ തരുവാൻ എനിക്കൊരു പദ്ധതിയുണ്ട്. പക്ഷെ പ്രാരംഭത്തിൽ ഉണ്ടാകുന്നത് കർമ്മേലിന്റെ അനുഭവമാണ്. എന്താ? ഇടിഞ്ഞു കിടക്കുന്ന അനുഭവത്തെ കണ്ടുപിടിക്കണം, അത് പണിയണം. ഇതുവരെ ആരാധന നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ, ഒരു പ്രാർത്ഥന ജീവിതം നമുക്ക് ഉണ്ടായിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് നമുക്കൊന്ന് പണിയുവാൻ തയ്യാറാകട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന നമ്മെ പണിതെടുക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ആകെ ആരാധനയിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന ആമേൻ മണിക്കൂറുകളായി തീരട്ടെ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സമർപ്പിക്കപ്പെടുവാൻ ഇടയായി തീരും. അതേ കർത്താവേ, ഞാൻ കടന്നു വരികയാണ്. എന്റെ ഇടിവുകളെ ഞാൻ കാണുന്നു, എന്റെ ശൂന്യതകളെ ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ ആരാധനക്കുറവിനെ ഞാൻ മനസ്സിലാക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആരാധന എന്നിൽ നിന്ന് നിന്നുപോയി കർത്താവേ. ഹല്ലേലൂയ. എന്നോട് മനസ്സറിയണമേ, ഇന്ന് പകൽക്കാലം എന്നെ ഒന്ന് പണിയണമേ എന്ന് എത്ര ജീവിതങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവത്തെ പ്രാർത്ഥിപ്പാൻ ഇടയായി തീരും. ദൈവത്തിന്റെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഇടിവുകളെ പണിയട്ടെ, സൂര്യകളെ പണിയട്ടെ. നഷ്ടപ്പെട്ടുപോയ ആരാധന നമുക്ക് മടക്കിയെടുക്കാം, നഷ്ടപ്പെട്ടുപോയ പ്രാർത്ഥനയെ മടക്കിയെടുക്കാം. ഇത് നൽകാലം രക്തത്താൽ ജയം, രക്തത്താൽ ജയം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങളെ, ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ, ആരാധന വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ, ആമേൻ, ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു മേച്ചിൽപ്പുറ കർത്താവ് വെച്ചിട്ടുണ്ട്. പക്ഷേ ശൂന്യതകളെ കണ്ടുപിടിച്ച് പണിയാത്തവർക്ക് മേയാൻ പറ്റത്തില്ല. ഉയർച്ച ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, ഒത്തിരി വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. കർമ്മേലിന്റെ അനുഭവം എനിക്ക് തരണമേ. ഏലിയാവിന്റെ പ്രാർത്ഥന ജീവിതം എനിക്ക് തരണമേ. കർത്താവേ, ഈ ദിവസങ്ങളിൽ പ്രതികൂലങ്ങളോട് കൽപ്പിച്ചു പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പറയുക, പിശാചിനോടും പ്രതികൂലത്തോടും പറയുവാനിടയായി തീരട്ടെ. അതിനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന്, അവർ കർമ്മേലിലൂടെ കടന്നു പോകണം. രണ്ടാമത്തെ ഭാഗം വായിക്കുന്നത്, വായിച്ചാട്ടെ, ഇർമ്യാ പ്രവചനം 50:19 മുതൽ വായിക്കുമ്പോൾ, ഹല്ലേലൂയ. പിന്നെ ഞാൻ ഇസ്രായേലിനെ അവന്റെ മേഘസ്വർഗ്ഗത്തിലേക്ക് മടക്കി വരുത്തും. ആമേൻ. അവൻ കർമ്മേലിലും ബാശാനിലും. രണ്ടാമത്തെ സ്ഥലം ബാശാനാണ്. ബാശാൻ എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ശത്രുവിനെ കീഴ്പ്പെടുത്തുന്ന ദേശമാണ്. ഹല്ലേലൂയ. അവിടെ ഒത്തിരി മല്ലന്മാരായിരിക്കുന്ന രാജാക്കന്മാരുണ്ട്, മനുഷ്യരുണ്ട്. ഞാൻ ഇന്നലെ ആ ഭാഗം ഒന്ന് സൂചിപ്പിച്ചു. ആമേൻ. മോശ 12 പേരെ കനാനിലേക്ക് അയച്ചു. എന്തിനാ അവരെ അയച്ചത്? കനാൻ ദേശം ഉറ്റുനോക്കാൻ വരണം. ആമേൻ. അവിടെ പോയി കണ്ടിട്ട് അവിടുത്തെ നന്മകളെല്ലാം ഇവിടെ കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ആ ദേശം ഇസ്രായേൽ ജനത്തിന് പാർക്കാൻ പറ്റിയോ, നല്ലതാണോ ചീത്തയാണോ നോക്കിയിട്ട് നിങ്ങൾ എന്നോട് വന്ന് മറുപടി പറയണമെന്ന് പറഞ്ഞ് അപ്പൊ മോശ 12 പ്രഭുക്കന്മാരെ കനാനിലേക്ക് അയക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ ഓർപ്പിച്ചു, അവിടെ ചെന്ന് കഴിയുമ്പോൾ 2 കൂട്ടമായി ഭാഗിക്കപ്പെട്ടു. ഒരു കൂട്ടര് 10 പേരും, ഒരു കൂട്ടര് 2 പേരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 2 വിഭാഗം ആമേൻ കടന്നുപോയി. തിരിച്ചു വന്നത് നെഗറ്റീവ് ആൻസറും കൊണ്ടുവന്നു. ആമേൻ. സ്തോത്രം. പോസിറ്റീവ് ആയിരിക്കുന്ന ആൻസറും കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവർ പറഞ്ഞത് 10 പേര് ഒന്നിച്ച് ഒരേ അനുപാതത്തിൽ നിൽക്കുക. അവര് പറയുകയാണ്, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ
വലിയ ശക്തികളെ കണ്ടു. ഒന്ന് വായിച്ചാട്ടെ, സംഖ്യാപുസ്തകം 21 അധ്യായം അതിന്റെ 31 വാക്യം. ആമേൻ. ഒന്ന് രണ്ട് വാക്യങ്ങൾ തുടർച്ചയായിട്ടൊന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 21 അധ്യായം അതിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ. സ്തോത്രം. അല്ലെ, അവിടെ കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്, വായിച്ചാട്ടെ. ഇങ്ങനെ ഇസ്രായേൽ അമോര്യരുടെ ദേശത്ത് കൂടി പാർത്തു. ആമേൻ. അനന്തരം മോശെ യെസേരിനെ ഒറ്റുനോക്കുവാൻ ആളയച്ചു. അവർ അതിന്റെ ഗ്രാമങ്ങളെ പിടിച്ചു. അവിടെയുള്ള അമോര്യരെ ഓടിച്ചു കളഞ്ഞു. പിന്നെ അവർ തിരിഞ്ഞ് ബാശാൻ വഴിയായി പോയി. ബാശാൻ രാജാവായ ഓഗ് തന്റെ സകല ജനവുമായി അവരുടെ നേരെ പുറപ്പെട്ടു. അപ്പൊ നോക്കിക്കേ, ബാശാൻ രാജാവായ ഓഗ്. ബാശാനിലെ പ്രധാന ശക്തിയിൽ ഒരാളാണ് ഓഗ്. അതിന് കൂടെ വേറൊരു രാജാവുണ്ട്, സീഹോൻ. സീഹോനും ഓഗും വലിയ മല്ലന്മാരായ രാജാക്കന്മാരാ. ആമേൻ. അവരുടെ അനുയായികളെല്ലാം മല്ലന്മാരാ. മല്ലന്മാരെന്ന് പറഞ്ഞാൽ നല്ല പൊക്കവും വണ്ണവും ഒത്ത മനുഷ്യരാണ്, അജാനുഭാവുക്കളായ മനുഷ്യരാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഇവരങ്ങോട്ട് ഒരു പട്ടണത്തിന് മുമ്പിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ആമേൻ, സാധാരണക്കാരൊക്കെ പിന്നെ ഒരു കാരണവശാലും ആ സ്ഥലത്തേക്ക് വരത്തില്ല. സ്തോത്രം. അത്ര ഭീകരന്മാരാണ് ആമേൻ അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇസ്രായേൽ പ്രഭുക്കന്മാർ അങ്ങോട്ട് പോയി 10 പേര് കനാൻ ദേശത്ത് പാലും തേനും ഒഴുകുന്ന മനോഹരമായ ദേശമല്ല അവർ ശ്രദ്ധിച്ചത്, അവരുടെ മുമ്പിൽ നിൽക്കുന്ന ബാശാൻ ശക്തികളെയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് മുൻപിൽ നിൽക്കുന്ന ബാശാൻ ശക്തികളെ കണ്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം, അവർ പറയുകയാണ്, നമുക്ക് ഈ ദേശത്ത് നിൽക്കാൻ പറ്റത്തില്ല, നമുക്ക് ഈ ദേശം കൈയടക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇങ്ങോട്ട് വരാനേ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് പോകാം, മടങ്ങിപ്പോകാം. നമുക്ക് എന്നിട്ട് മോശയോട് പറയാം, ഇസ്രായേലിന് ഇവിടെ വരാൻ പറ്റത്തില്ല എന്ന് പറയാന്ന് തീരുമാനിച്ചുകൊണ്ട് 10 പേര് ഒരുമിച്ച് ഐക്യതയോടെ മടങ്ങിപ്പോരുകയാണ്. അതിൽ 2 പേര് ചെന്ന് അവിടെയുള്ള ഫലവത്തായ നല്ല ഫലങ്ങള് അതിന്റെ കൊലയോടെ മുറിച്ചെടുത്ത് ഒരു ദണ്ഡിന്മേൽ വെച്ച് കെട്ടി തോളിൽ വെച്ച് തിരിച്ച് ആമേൻ സ്തോത്രം മോശയുടെ അടുത്തേക്ക് വരികയാണ്. 2 കൂട്ടരും എത്തി. മോശ ചോദിച്ചു, ആട്ടെ, നിങ്ങൾ പോയ വിഷയങ്ങൾ അങ്ങനെ ആയിരിക്കുന്നു, നിങ്ങൾ കനാൻ ദേശം കണ്ടോ? നമുക്ക് അവിടെ പാർക്കാൻ പറ്റിയ സ്ഥലമാണോ? ആ പട്ടണങ്ങൾ എങ്ങനെയുണ്ടോ? പിടിച്ചടക്കാൻ പറ്റുമോ? 10 പേരുകളെ മാറി നിന്നിട്ട് പറഞ്ഞു, നമുക്കിവിടെ പോകാൻ പറ്റത്തില്ല. എന്താ കാര്യം? അവിടെ ബാശാൻ രാജാവായ ഓഗിനെ ഞങ്ങൾ കണ്ടു, മല്ലന്മാരായ ശക്തികളെ ഞങ്ങൾ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടിക്കിളി പോലെയായിരുന്നു, ഞങ്ങൾ ഒന്നുമല്ലാത്തവരായിരുന്നു, ശേഷം മനുഷ്യനെ പോലെയായിരുന്നു. അതുകൊണ്ട് ഇവരെ പരാജയപ്പെടുത്തി ഒരിക്കലും നമുക്ക് കനാൻ ദേശത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ മുമ്പിൽ നിൽക്കുന്ന വലിയ പ്രതികൂലമാണ്, അല്ലേ? സ്തോത്രം. ഈ പ്രതികൂലത്തെ കാണുന്നതുകൊണ്ട് അകത്തിരിക്കുന്ന നന്മകളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ ആ പ്രതികൂലം മാത്രം വലുതായി കാണണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലാസർ മരിച്ചടക്കപ്പെട്ടു. ആ തന്റെ ശവകുടീരത്തിന് മുമ്പ് ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചു. സ്തോത്രം. യേശു ആ കല്ലറയ്ക്ക് വന്നപ്പോ മാർത്തയും മറിയയും കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം. അവൻ ഇനി ഉയർക്കത്തില്ല, അവൻ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. നാറ്റം വെച്ചു 4 ദിവസമായി, ഇനി ഉയർക്കത്തില്ല. കാരണം ഒരു കല്ലും വെച്ചിട്ടുണ്ട്, ആരും മാറ്റാതെ വണ്ണം, അവൻ പുറത്തു പോകാതെ വണ്ണം ഒരു കല്ലും വെച്ചിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഇവരെല്ലാം നോക്കി പറയുന്നത് എന്താ പറയാ? ഈ കല്ലിനെ നോക്കിയാ പറയുന്നത്, കല്ലിരിക്കുകയാണ്, അതുകൊണ്ട് പോരാൻ പറ്റത്തില്ല. യേശു മരിച്ചടക്കപ്പെട്ടു. ആ കല്ലറക്കകത്ത് വെച്ചപ്പോൾ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. 2 സഹോദരിമാർ ചെന്നിട്ട് പറയാം, നമുക്ക് വേണ്ടി ഈ കല്ല് ആരുരുട്ടി മാറ്റും, ആരുരുട്ടി മാറ്റും. അകത്തിരിക്കുന്ന നിധി അവർക്ക് കാണാൻ കഴിയുന്നില്ല, അകത്തിരിക്കുന്ന നന്മയെ കാണാൻ കഴിയുന്നില്ല. കാണുന്നവരെല്ലാം ഭാഗ്യമാകുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ പ്രതികൂലത്തെയാണ് കാണുന്നത്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഈ പ്രതികൂലത്തെ മാത്രം നോക്കി ക്രിസ്ത്യ ജീവിതം നയിച്ചാൽ നമുക്ക് എത്തേണ്ട സ്ഥാനത്ത് എത്താൻ പറ്റത്തില്ല. ഇസ്രായേൽ ജനത്തിന് അവസാനമായി കടക്കാൻ തടസ്സമായിരുന്ന ഒരു പ്രതികൂലമായി യെരിഹോ കോട്ട. പലരും വായിക്കുന്നത് ഇസ്രായേൽ മുഖാന്തരം യെരിഹോ കോട്ടയെ അടച്ചുറപ്പാക്കി. കാരണം യെരിഹോവിനകത്ത് ആരും പ്രവേശിക്കരുത്. അതിനുവേണ്ടി വിരത്തി ഇത് വലിയ മതിലുണ്ടാക്കി വെച്ചു. ഇസ്രായേൽ ഇത് കണ്ട് ഭാരപ്പെട്ടു. യോശുവയുടെ കർത്താവ് പറഞ്ഞു, നീ എന്തിനാ ഭാരപ്പെടുന്നത്?
ഈ യെരിഹോ മതിലിനെയൊക്കെ ഞാൻ തകർത്ത് കളയും. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, 7 ദിവസം ഈ മതിലിന്റെ ചുറ്റും കാഹളം ഊതിക്കൊണ്ട് നടക്കണം, അല്ലേ? 7ാമത്തെ ദിവസം എത്ര പ്രാവശ്യം ഊതണം? 7 പ്രാവശ്യം. അവർ ഊതി, 1, 2 ദിവസം 3 എണ്ണ വിട്ട് ഊതി. ഹല്ലേലൂയ. ഈ യെരിഹോ കോട്ടയുടെ ചുറ്റും നടന്നു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. സംഭവിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവർക്ക് കാണാൻ കഴിയാതിരുന്നു. 7ാമത്തെ ദിവസം അധികാലത്ത് യോശുവ എഴുന്നേറ്റു, എല്ലാവരെയും ഒരുക്കി. പുരോഹിതന്മാര് പെട്ടകമെടുത്തു, കാഹളം പിടിക്കുന്നവർ കാഹളം എടുത്തു. അവർ ആരാധിക്കാൻ തുടങ്ങി. ആമേൻ. ഒരു വട്ടം ആരാധിച്ചു, തുടർന്നു, തിരിച്ചു വന്നു, മതിലിനെ നോക്കി, ഒന്നും സംഭവിച്ചില്ല. 2ാമത്തെ ഭാഗവും 2ാമത്തെ ദിവസവും 2ാമത്തെ പ്രാവശ്യവും ചുറ്റി സഞ്ചരിച്ചു, ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ 7 പ്രാവശ്യം ചുറ്റി നടന്ന 7ാമത്തെ പ്രാവശ്യം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോൾ അവർക്ക് പ്രതികൂലമായിരിക്കുന്ന യെരിഹോ മതിൽ ദൈവം തകർക്കപ്പെട്ടു. സ്തോത്രം. അല്ലെങ്കിൽ ഉടച്ചു കളഞ്ഞു. കാരണം അല്ലെങ്കിൽ വിശ്വാസത്താലാണ് അവർ യാത്ര ചെയ്തത്. അല്ലെങ്കിൽ പ്രതികൂലത്തെ നോക്കിയിരുന്നുവെങ്കിൽ അവര് അല്ലെങ്കിൽ ജയമെടുക്കുവാൻ കഴിയത്തില്ലായിരുന്നു. ഇന്ന് വൽക്കാലം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലം എത്ര ശക്തമായ പ്രതികൂലമായിരിക്കട്ടെ, പടുകൂറ്റം പ്രതികൂലമായിരിക്കട്ടെ, നീ അവയെ നോക്കിയാൽ നിനക്ക് വിജയം കരസ്ഥമാക്കുവാൻ കഴിയത്തില്ല. ഈ ദിവസങ്ങൾ അതിനകത്ത് വെച്ചിരിക്കുന്ന അകത്തുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഈ ദിവസങ്ങൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് വിടുതലുള്ളത്, അവിടെയാണ് സൗഖ്യമുള്ളത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രതികൂലത്തെ നമ്മൾ നോക്കിയാൽ നമ്മൾ പരാജയപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് 10 പേരും പോയി നോക്കിയത് എന്താ? പ്രതികൂലമായിരിക്കുന്ന ഓഹിനെയും ആമേൻ ഹല്ലേലൂയ സീഹോനെയുമാണ്. അത് ബാശാൻ ശക്തികൾ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവരോട് കാര്യം പറഞ്ഞു, നിങ്ങൾ അവരെ നോക്കണ്ട, നിങ്ങൾ അവരെ നോക്കണ്ട. അടുത്ത വാക്യം വായിച്ച സിസ്റ്ററെ, അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം. ബാശാൻ രാജാവായ ഓഗ് തന്റെ സകല ജനവുമായി അവരുടെ നേരെ പുറപ്പെട്ടു, എദ്രേൽ വെച്ച് പടയേറ്റു. അപ്പോൾ യഹോവ മോശെയോട്, അവനെ ഭയപ്പെടേണ്ട, അവനെയും അവന്റെ സകല ജനത്തെയും അവന്റെ ദേശത്തെയും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ദേശത്തെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ദേശം ദൈവം നമ്മുടെ കരത്തിൽ തന്നിരിക്കുകയാണ്. സ്തോത്രം. എത്ര വിശ്വാസമുണ്ട്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അല്ലെങ്കിൽ അവരെ ഇവരെ നോക്കി നിങ്ങൾ ഭയപ്പെടേണ്ട, അവരെ ഇവരെ നോക്കി നിങ്ങൾ പേടിക്കേണ്ട. ഈ അത്യുന്ന ശക്തികളെ നിങ്ങളുടെ കരത്തിൽ ദൈവം തന്നിരിക്കുക. അവർക്ക് നിങ്ങളോട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ, 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 ആമേൻ. ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ, ആരാധിക്കാൻ തയ്യാറായിക്കോ. ചിലരൊക്കെ പരാജയപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ പദ്ധതി നമ്മളിൽ വെളിപ്പെടുത്താൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, അന്യായ ശക്തികൾ പരാജയപ്പെടട്ടെ. നിനക്കെതിരായി വാട വരുന്ന എല്ലാ അന്ധകാര ശക്തികളും വൈകിട്ടെ. തകർക്കാൻ കഴിയത്തില്ല കേട്ടോ, നമ്മെ തകർക്കാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കെതിരായി ഏത് ശക്തികൾ എഴുന്നേൽക്കട്ടെ, നിങ്ങൾ അതിനെ ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ആമേൻ. രാവിലെ ഞാന് ഒരു സിസ്റ്ററോട് സംസാരിച്ചപ്പോൾ ഞാൻ പറയുണ്ടായി. അവര് പറയുക, ഞങ്ങൾക്കെതിരായി അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ അത് നോക്കിയിരിക്കുന്നത്? അതിനേക്കാൾ വലിയവരല്ലേ നമ്മൾ ആരാധിക്കുന്ന ദൈവം. ആമേൻ. അതിനെ തകർക്കാൻ കഴിവുള്ള ദൈവമല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വരുന്ന പ്രതികൂലത്തെ നിങ്ങൾ നോക്കി ഭയപ്പെട്ടു നിൽക്കാതെ. ഇയ്യോബ് ഒരു കാര്യം പറഞ്ഞു, നീ ഭയപ്പെട്ട് തന്നെ നിനക്ക് ഭവിക്കും. നമ്മൾ പിശാചിനെ പേടിക്കരുത്. നമ്മളിങ്ങനെ പിശാചിനെ പേടിക്കുന്നത്, അവരിങ്ങനെ വാല് വാട്ടി പേടിപ്പിക്കുന്നു. അവന്റെ തലയൊക്കെ ദൈവം തകർത്തതാണ്. അങ്ങനെ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. കാൽവരി ക്രൂശിൽ യേശു കർത്താവിനെ ക്രൂശീകരിച്ചു. ഹല്ലേലൂയ. പിശാച് കൈകൊട്ടി ജയമെടുക്കുവാൻ താല്പര്യപ്പെട്ടു, ജയമെടുത്തില്ല. കല്ലറെ കൊണ്ടുവച്ചു. 3-ാം നാൾ കല്ലറയെ ഭേദിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. അവന്റെ ശക്തികളെ ദൈവം പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. പിന്നെ എന്തിനാണ് നമ്മൾ ഭാരപ്പെടുന്നത്? ആ കർത്താവിന്റെ കുഞ്ഞുങ്ങളല്ലേ നമ്മള്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പക്ഷേ പിശാചിന് അല്പസ്വല്പമൊക്കെ ചെയ്യാനും പേടിപ്പിക്കാനും കഴിയും, ഇല്ലെന്നല്ല. ഞാൻ നേരത്തെ ഇരുന്ന ചർച്ചിന്റെ ഫ്രണ്ടില് ഈ പൂക്കൾ കൊണ്ടിടുവാൻ, പൂക്കൾ കൊണ്ടിടും, പൈസ കൊണ്ടിടും. അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള അറിവുള്ള ഒരാൾ പറഞ്ഞിട്ടുള്ളത്, അതിനെ മറികടന്നു പോയാൽ നമ്മള് ഭ്രാന്തന്മാരായി തീരുവ. ഭ്രാന്താകാൻ വേണ്ടി
ചെയ്യുന്നതാണ്. പൂക്കളും പിന്നെ പൈസകളും ഒക്കെ ഇങ്ങനെ കൊണ്ടിട്ട് എത്രയോ പ്രാവശ്യം ഞാൻ ചവിട്ടി അരച്ച് യേശുവിന്റെ നാമം പറഞ്ഞ് ദൂരത്തിലറിയാം. സ്തോത്രം, ഹല്ലേലൂയ. ഞാന് സ്തോത്രം 2012 ഒരു വലിയ സംഭവം നടന്നു. സ്തോത്രം, അതൊരു വലിയ ആക്സിഡന്റാ സംഭവിച്ചത്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കുമളിയിലേക്ക് യാത്ര ചെയ്ത് ഞാന്, വൈഫ്, 2 മക്കള്, എൻ്റെ മാതാവുണ്ട്. ഞങ്ങൾ കാറിൽ വരികയാണ്. കാറിൽ വരുമ്പോ സ്തോത്രം, പാമ്പനാറ് കഴിഞ്ഞിട്ടുള്ള ഒരു വളവിൽ വെച്ച്, അന്ന് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്, 3 മണിക്ക് ഞാൻ വാഹനം ഓടിച്ചിട്ട് വരുമ്പോൾ എൻ്റെ കണ്ണ് അറിയാതെ അടഞ്ഞുപോയി. കാരണം അന്ന് നമുക്ക് ഒത്തിരി മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു, ക്ഷീണം ഉണ്ടായിരുന്നു. സ്തോത്രം, അടഞ്ഞു പോയപ്പോൾ എന്ത് ചെയ്തു, ഒരു ചെറിയ വളവുണ്ടായിരുന്നു, വളവ് തിരിച്ചാൻ കഴിഞ്ഞില്ല. വാഹനം നേരെ ഒരു വലിയ 300 അടി താഴ്ചയിലേക്ക് അങ്ങ് പോവുകയാണ്. സ്തോത്രം, കുഞ്ഞുങ്ങളൊക്കെ നിലവിളിക്കാൻ തുടങ്ങി. എനിക്ക് കാര്യം മനസ്സിലായി, കയ്യിൽ നിന്ന് വാഹനം നിയന്ത്രണം വിട്ട് പോയി, ഇനി രക്ഷയില്ല, ഇനി മരണം തന്നെ. കുഞ്ഞുങ്ങൾ അടറുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട്, കരയണ്ട മക്കളെ, കരയണ്ട, വണ്ടി ഇവിടെ നിൽക്കും. എവിടെ വണ്ടി പോവാണെന്ന് എനിക്കറിയാം. ഞാൻ എഴുന്നേറ്റ് നിന്ന് ബ്രേക്കിൽ ചവിട്ടുന്നുണ്ട്, പക്ഷെ വാഹനം നിൽക്കുന്നില്ല. വാഹനം പോവുകയാണ്. ഇറങ്ങി ചെന്ന് ലാസ്റ്റ് ഒരു പാറയുടെ മുകളിൽ വണ്ടിയിരുന്നു. പിന്നെ വീലുകൾ കറങ്ങാൻ കഴിയാതെ ആയപ്പോൾ നോക്കുമ്പോൾ റോഡിലൂടെ ഒരു ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബസ്സുകാർ കണ്ടു ഞങ്ങളുടെ ഈ അപകടം കണ്ടിട്ട് അവർ ബസ് നിർത്തിയിട്ട് എല്ലാവരും വെളിയിലിറങ്ങി താഴേക്ക് നോക്കി നിൽക്കുക, ഞങ്ങളുടെ മരണം കാണാൻ. സ്വന്തം, കാരണം അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അത്ര കുഴിയിലേക്കാണ് വണ്ടി പോകുന്നത്. അവസാനം വൈഫ് വാഹനത്തിന്റെ ഗ്ലാസ് പൊക്കിയിട്ട് കൈ ഉയർത്തിപ്പിടിച്ചു, ഞങ്ങളെ രക്ഷിക്കണേ എന്ന കുഴിയിൽ കിടന്നുകൊണ്ട് അലറി. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ ഓടി ഇറങ്ങി താഴേക്ക് വന്നു. വളരെ ബന്ധപ്പെട്ടവർ വന്നിട്ട് ഡോറ് തുറന്ന് ഞങ്ങളെ പുറത്തിറക്കി. 5 പേർക്കും യാതൊന്നും സംഭവിച്ചു. ആമേൻ. മുകളിൽ കയറ്റി ഒരു ആംബുലൻസ് തിരിച്ചു വരിക, അതിനെ കൈ കാട്ടി നിർത്തിയിട്ട് പറഞ്ഞു, അപകടം സംഭവിച്ച ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടു. ഞാൻ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. നാട്ടുകാർ സമ്മതിക്കത്തില്ല. അവർ വളരെ നിർബന്ധിച്ചു. അവര് ആ ആംബുലൻസിൽ കയറ്റി അടുത്തുള്ള പെരിയാറ്റിലുള്ള ഹെൽത്ത് സെന്ററിൽ കൊണ്ടുവന്നു. ഡോക്ടർ ഞങ്ങളെ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇവർക്ക് ഭയം തട്ടിയിട്ടേ ഉള്ളൂ, യാതൊരു കുഴപ്പമില്ല. മീഡിയക്കാരത് അറിഞ്ഞു. അവർ വാഹനത്തിന്റെ ഫോട്ടോ എടുത്തു, നേരെ അവിടെ വന്നു. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വന്നിട്ട് വീഡിയോ കൊണ്ട് പറയുകയാണ്, ആമേൻ, ഇവിടെ ഒരു അപകടം നടന്നു, അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, എത്ര പേര് മരിച്ചു എന്ന് അറിയാമോ? ആമേൻ, ആരൊക്കെയാണ് രക്ഷപ്പെട്ടത് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ചോദിച്ചു, എവിടെയാ? അത് ഇന്ന സ്ഥലത്താണ് സംഭവിച്ചത്. ആരാ വാഹനം ഓടിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനാ വാഹനം ഓടിച്ചത്. സ്വത്രം എന്നെ മൊത്തത്തിൽ അധികം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ വാഹനം ഓടിച്ചു, നിങ്ങൾക്കൊന്നും പറ്റിയില്ലേ? ഞാൻ പറഞ്ഞു, ഒന്നും പറ്റിയില്ല. ബാക്കിയുള്ളവരോടെ ബാക്കിയുള്ളവരെ ഞാൻ കാണിച്ചിട്ട് ആ ബെഞ്ചിലിരിക്കുന്നവരാണ് ബാക്കിയുള്ള 4 പേര്. അവരെല്ലാം അദ്ദേഹം സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല, ഈശ്വരൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. അനിയനെ വിളിച്ചു. അനിയൻ അടുത്ത വാഹനവുമായിട്ട് വന്നു. ഞങ്ങൾ ആ വാഹനത്തിൽ കയറി വീട്ടിൽ ചെന്നു. അമ്മയെ കുളിച്ചു റെഡിയായി. ഒരു 7-8 മണി ആയപ്പോൾ ഞങ്ങൾ ആഹാരം കഴിക്കുന്ന സമയത്ത് വാർത്തയിട്ടപ്പോൾ എനിക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യം, ന്യൂസ് ഇങ്ങനെ എത്തി വരികയാണ്. എന്താണെന്നറിയാമോ? കുന്നിക്കാട്ടെ വീട്ടുപേരുൾപ്പെടെ വരുന്നത്, കുന്നിക്കാട്ടെ ഷാജിയും കുടുംബവും തിരുവനന്തപുരത്ത് നിന്ന് കുമ്മളിക്ക് പോകവേ വാഹനം നിയന്ത്രണം വിട്ട് 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ അപകടം ഞങ്ങൾ കാണുക ടിവിയിലൂടെ. ഇങ്ങനെയുള്ളവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരു 2ാമത്തെ ജന്മം തന്നതാണ്. ഹല്ലേലൂയ. അത്ഭുതകരമായി ദൈവം വിടുവിച്ചു. ആർക്കും ഒരു ദോഷവും കർത്താവ് വരുത്തിയില്ല. വാഹനം പിന്നെ ഏറെക്കുറെയൊക്കെ പോയി, എന്റെ ഫ്രണ്ട് എല്ലാം പോയി, ഒരു വല്ലാത്ത പരുവത്തിലേക്ക് ആയിപ്പോയി. ഞങ്ങള് തിരിച്ച് ബസ്സിലാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. വാഹനം വന്നെടുക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചവിടെ ചെല്ലുമ്പോ ചർച്ചിലേക്ക് കയറി പോകുമ്പോൾ ചർച്ച് താഴെയും മുകൾ ഭാഗത്ത് ഞങ്ങൾ താമസിക്കുന്ന പാഴ്സലേജുമാണ്. സ്റ്റെപ്പിലേക്ക് ഭാര്യയാണ് ആദ്യമേ നടന്ന് കയറി പോകുന്നത്. സ്റ്റെപ്പിൽ നോക്കുമ്പോൾ എന്തോ ഒരു സാധനം കിടക്കുന്നത്. സ്വത്രം. അപ്പം ഒന്നോട് നോക്കിയപ്പോൾ അതൊരു പൂച്ചയുടെ തലയാണ്. പ്രൈസ് ദി ലോർഡ്. അനുഭവമാണ്, കണ്ട കാര്യമാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, ചാച്ച നോക്ക് എന്തോ ഒരു സംഭവം. നോക്കിയപ്പോൾ പൂച്ചയുടെ തല ഒരു ഇലക്കകത്ത് വെട്ടിക്കൊണ്ടു വെച്ചിരിക്കുക. സ്വത്രം. ഏതോ മന്ത്രവാദി ചെയ്ത പരിപാടിയാണ്.
ഞാൻ പറഞ്ഞു അവിടെ കയറാൻ നിൽക്കട്ടെ. അതിനൊരു കമ്പെടുത്ത് കൊണ്ട് തോണ്ടി കുറെ കടലാസ് എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് എന്ത് ചെയ്തു? അത് യേശുവിന്റെ നാമം പറഞ്ഞ് ആമേൻ കത്തിച്ചതിനെ കത്തിച്ച് ചാരമാക്കി. ഞാൻ പറഞ്ഞു ധൈര്യത്തോടെ കയറിപ്പോ, നമുക്ക് ഇതുകൊണ്ടൊന്നും ഒരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ സ്തോത്രം, ഞാനൊരു വ്യക്തിയെ, എനിക്ക് സംശയമുള്ള ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമായി, പൂച്ചയുടെ തലക്കാലത്തൊക്കെ ഇവിടെ ചെയ്യുന്നത് ഭ്രാന്തന്മാരാകാനും നാട് വിട്ടു പോകാനും ചെയ്യുന്ന മന്ത്രവാദമാണ്. എനിക്ക് ഈ മന്ത്രവാദമൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ ദേശത്ത് ചെന്നപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കി. സ്തോത്രം. അപ്പം ഈ ആരാധന അവർക്കൊരു തടസ്സമാണ്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ വിളിക്കുന്നത് പലരും ഇങ്ങോട്ട് വരുന്നില്ല, അത് നിങ്ങളാണ് കാരണക്കാർ എന്നോട് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, പാകം ഭാഷണം കൂടാതെ കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ അതിനകത്ത് എതിർക്കാൻ പോയില്ല, നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവം ആ ബന്ധനങ്ങളെ അഴിച്ചു. ഇന്നും കർത്താവ് തിരിക്കുകയാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത്, ഭാഷ നിങ്ങൾക്ക് ശക്തികൾക്ക് എതിരായിട്ട് നിങ്ങൾക്ക് എതിരായി എഴുന്നേറ്റാലും ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണം, ആ ശക്തികൾ നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അത് നമ്മുടെ കാൽക്കീഴിലാണ്. ഒരു ശക്തികളും നമ്മെ തകർക്കുവാൻ അധികാരമില്ല. അതിലും ഉയരത്തില ദൈവിക ശക്തി. ആമേൻ. അതുകൊണ്ട് ഭാഷാ ശക്തികൾ എഴുന്നേറ്റാലും, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഓഗ് എഴുന്നേറ്റാലും സീഹോൻ എഴുന്നേറ്റാലും ഞാൻ പറയാം, ഇവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ദേശം നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുകയാണ്. സ്തോത്രം. ഇവിടുത്തെ വിശ്വാസികളെല്ലാം കൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കണം, ഒന്നിച്ച് ആരാധിക്കണം. ആമേൻ. ഈ ഭാഷാശക്തികളൊക്കെ ദൈവം എന്ത് ചെയ്യും? വെട്ടി പുറത്താക്കി കളയും. പ്രൈസ് ദി ലോർഡ്. അനേക കാര്യങ്ങൾ ദൈവാത്മാവിനെ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാനത് പറയുവാൻ ആഗ്രഹിച്ചില്ല, കാരണം ലൈവായിട്ടും പോകുന്നുണ്ട്. സ്തോത്രം. ദൈവസഭയോട് ഞാൻ പറയാം, ഹല്ലേലൂയ, നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്, പ്രതികൂലത്തെ കണ്ട് പകച്ചു നിൽക്കരുത്. ഈ രാജ്യം കർത്താവ് നമ്മുടെ കാലത്തിൽ തന്നിരിക്കുകയാണ്. ആമേൻ. പ്രാർത്ഥിച്ച് സകലത്തിന് മേലും ജയമെടുക്കുവാൻ ഒരു അതോറിറ്റി, ഒരു അത്യന്ത ശക്തി നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുക. സ്തോത്രം. ഈ ദിവസങ്ങൾ അത് ഏറ്റെടുക്കുവാൻ തയ്യാറാകട്ടെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. അത് ഒരു ശക്തിക്ക് നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. വചനം പറയുന്നു, നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഫലിക്കില്ല. ആമേൻ. സ്തോത്രം. വിശ്വാസത്തോടെ പോകുവാൻ കഴിയട്ടെ. അതുകൊണ്ട് ഒന്ന്, മേച്ചിൽപ്പുറം കണ്ടെത്തുവാൻ ദൈവം നമ്മെ കൊണ്ടുപോകുന്ന സ്ഥലം ആമേൻ അല്ലെങ്കിൽ കർമ്മേലാണ്. എന്താ കർമ്മേല്? അത് ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥയൊന്ന് പണിതെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ശക്തികളെ നമുക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. മുൻപിൽ നിൽക്കുന്ന ശക്തി ഏതുമാകട്ടെ, അതുകൊണ്ട് നമ്മൾ ഓടിക്കണ്ടുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ നമുക്കൊന്ന് കാണണം. ഹല്ലേലൂയ. കുറവുകളെ ഏറ്റുപറഞ്ഞ് നമ്മളൊന്ന് പണിയുവാൻ താല്പര്യപ്പെട്ടാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശക്തി ഏതുമാകട്ടെ അതിനെ പരാജയപ്പെടുത്തുവാൻ ഈ പണിയിലൂടെ കഴിയും. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. മടങ്ങി വരാം. അടുത്ത ഭാഗം തിരുവനന്തപുരത്ത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ആമേൻ. വായിച്ചാട്ടെ യിരെമ്യാ പ്രവചനം തന്നെ. ആമേൻ. മൂന്നാമത്തെ സ്ഥലം ഈ എഫ്രയീം മലനാടാണ്. എഫ്രയീം മലനാട്. എന്താ എഫ്രയീമിന്റെ പ്രത്യേകത? സ്തോത്രം. എഫ്രയീം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു അമ്മച്ചിയുണ്ട്. ആരാ? പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി, ആലയത്തിലിരുന്ന് കരഞ്ഞ ഒരു അമ്മച്ചി. ഏതാ? ഹന്ന. ഹന്നയുടെ പ്രാർത്ഥന ഭയങ്കര പ്രസിദ്ധമാണ്. മനോവസനത്തോടെ പ്രാർത്ഥിച്ചു. എഫ്രയീം മലനാട്ടിൽ എന്നാണ് ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അതിന്റെ 1-ാം അധ്യായം 1 ശമൂവേൽ പുസ്തകം 1-ാമത്തെ വാക്യം വായിച്ചേ. ആമേൻ. 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അതിന്റെ 10. ആമേൻ. നോക്കിക്കേ, ഈ എഫ്രയീം മലനാട്ടിൽ ഹല്ലേലൂയ സ്തോത്രം 2 ഭാര്യമാരിൽ ഒരാളുടെ പേരാണ് ഹല്ലേലൂയ. ആരാണ്? ഹന്ന. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്ന് പെനീന. എൽക്കാനയുടെ 2 ഭാര്യമാര്. പ്രൈസ് ദി ലോർഡ്. ഇവരെ സംബന്ധിച്ച് ഇവരെന്നും പ്രശ്നക്കാരാ. ആരാ? പെനീന.
പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. പക്ഷെ ഇവിടെ ആരാധനയ്ക്ക് പോകുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും? വളരെ പ്രതികൂലം കൊണ്ടിടും. ആമേൻ, ആമേൻ. ഇവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിധത്തില് ആമേൻ ആ പ്രതികൂലം ആമേൻ മനോഭാരമായിട്ട് ഹന്നയ്ക്ക് മാറ്റപ്പെട്ടു. ഹന്ന എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുവാൻ ആലയത്തിലേക്ക് പോയി. ഹല്ലേലൂയ. ഇപ്പോൾ അവിടെ കുറവെന്ന് പറയുന്നത് മക്കളില്ല എന്നുള്ളതാണ്. ഒരു മക്കൾ ഉണ്ടെങ്കിൽ ഇത്രയും പ്രയാസമൊന്നും ഉണ്ടാകത്തില്ല എന്നൊരു ചിന്തകളെ കയറിയത് കൂട്ടിക്കോ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹന്ന പ്രാർത്ഥിക്കാൻ ആലയത്തിൽ ചെന്നു. ആമേൻ. പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുകയാണ്. അവിടെ ആലയത്തിന്റെ ഏറ്റവും മൂലയ്ക്ക് വന്നിരുന്നുകൊണ്ട് കരയുക. പക്ഷെ അവിടുത്തെ പുരോഹിതനായ ഏലിക്ക് അറിയത്തില്ല എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ കരയുന്നത്, എന്ത് ആവശ്യത്തിന് വേണ്ടിയാ നിലനിൽക്കുന്നത്. ഏലിക്ക് അറിയത്തില്ല. ഏലി പുരോഹിതൻ വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ പുലമ്പുന്നത്? നീ വീഞ്ഞു കുടിച്ചിട്ടുണ്ടോ? നീ ആരോടാ സംസാരിക്കുന്നേ? അപ്പം ഹന്ന പറഞ്ഞു, ഞാൻ ഈ വീഞ്ഞും മദ്യം ഒന്നും കഴിച്ചിട്ടല്ല. പക്ഷെ എന്റെ ഹൃദയത്തിന്റെ വേദന ഞാൻ എന്ത് ചെയ്യാം? എന്റെ ദൈവത്തോട് പകരുക അത്രേ ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥന ഒരു പക്ഷെങ്കിൽ പാസ്റ്റർക്ക് മനസ്സിലാകത്തില്ലായിരിക്കാം, അടുത്തിരിക്കുന്ന സഹോദരിക്ക് മനസ്സിലാകത്തില്ലായിരിക്കാം, വീട്ടുകാർക്ക് മനസ്സിലായിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ ആ വേദന ഏതാണെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടം എന്താണെന്നും അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയാതിരിക്കുമ്പോൾ അറിയുന്ന ഒരുവരിവിടെ കടന്നു വന്നിട്ടുണ്ട്. നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ, നിന്നെ മാനിക്കുവാൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഒരുവരിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലത്ത് വിശ്വസിക്കുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സങ്കടം ഇറക്കി വെക്കേണ്ട ആമേൻ തിരുസന്നിധിയാണ് യേശു കർത്താവിന്റെ പാദപീഠം. ഹല്ലേലൂയ, സ്തോത്രം. ആലയത്തിൽ സമൃദ്ധിയുണ്ട്, ആലയത്തിൽ വിടുതലുണ്ട്, ആലയത്തിൽ ശക്തി ആവരിക്കുന്നുണ്ട്, ആലയത്തിൽ എല്ലാത്തിലും മറുപടിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആലയത്തിനകത്ത് പുഷ്ടിയുണ്ട്, പുഷ്ടിയുണ്ട്. Glory to God. അവിടെ പ്രശ്നങ്ങളൊക്കെ അവൾ പകരുന്നത് ആലയത്തിൽ വന്നിരുന്ന ദൈവത്തോടാണ്. പ്രീസലോ. അതുകൊണ്ട് ആലയത്തിൽ പോകുന്ന തന്നെ ഒരനുഗ്രഹം കേട്ടോ. പ്രീസലോ. ഒരു വലിയ വിടുതലാണത്. സ്തോത്രം. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അവൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം ഇതാണ്, എനിക്കൊരു മകനെ തന്നാൽ അവനെ ഞാൻ പഠിപ്പിച്ച് 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 ഉന്നതനാക്കി MBBS കഴിഞ്ഞ് IAS കഴിഞ്ഞ് അതിന്റെ ഉയരത്തിൽ വരെ ഉണ്ടെങ്കിൽ അതാക്കാം എന്നല്ല ഹന്ന പ്രാർത്ഥിച്ചത്. അതും വേണം, വേണമെന്നുള്ളതല്ല, വേണം. പക്ഷെ അതിനേക്കാൾ ഉപരി അങ്ങൊരു തലമുറയെ തന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം. എത്ര കാഴ്ചപ്പാടുള്ള ഒരു അമ്മയല്ലേ. സ്തോത്രം. അവൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചത് ദൈവം അംഗീകരിച്ചു. എനിക്ക് പുരോഹിതൻ ചോദിച്ചെന്തിനാ കരയുന്നത്? എനിക്ക് മനോവസനമുണ്ട്, എനിക്ക് ഭാരമുണ്ട്. ആ ഭാരമല്ല ഞാൻ ദൈവത്തോട് പറയുക. അപ്പൊ ഏലി പുരോഹിതൻ ഒരു അനുഗ്രഹം കൊടുത്തു. നീ പ്രാർത്ഥിക്കുന്നത് നിനക്ക് അങ്ങനെ തന്നെ അനുഗ്രഹമായി തീരട്ടെ. പുരോഹിതൻ അങ്ങ് ആശീർവദിച്ചു വിട്ടു. പല പ്രിയപ്പെട്ടവര് ഞങ്ങളോട് വന്ന്, പക്ഷെ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ഞാൻ ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളും പറയും, അത് സംഭവിക്കട്ടെ, അത് നടക്കട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ബലമായി കേട്ടോ. എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുണ്ട്? പാസ്റ്ററുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അനേകർക്ക് വേണ്ടി മധ്യസ്ഥയാണ് ഞാൻ ദൈവദാസന്മാരെ കൂടെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, പുരോഹിതൻ അവരെ അനുഗ്രഹിച്ചു വിട്ടു. അടുത്ത വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൾ പിന്നെ ആമേൻ മനസ്സ് ഭാരപ്പെട്ടില്ല. ആ പുരോഹിതന്റെ ആശീർവാദങ്ങളെ ഏറ്റുകഴിഞ്ഞപ്പോൾ അവൾ പിന്നെ ദുഃഖിക്കേണ്ടി വന്നില്ല. അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ആമേൻ. ദൈവാത്മാവ് പറഞ്ഞ സമയത്ത് ഒരു മകനെ കൊടുത്തു. അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ശമൂവേൽ എന്ന് പേരിട്ടു. സ്തോത്രം. അവൻ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാക്കി. അതിന് 24-ാമത്തെ വാക്യം വായിച്ചു. 24-ാമത്തെ വാക്യം. ആമേൻ. അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ മാവും വീഞ്ഞുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പാലുകുടിയൊക്കെ മാറിയ ശേഷം ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഈ അമ്മച്ചി എവിടെ വന്നിരിക്കുക? ആലയത്തിലാണ്. പറഞ്ഞതുപോലെ ചെയ്യണം കേട്ടോ. നേർച്ച നേർന്നാൽ കൊടുക്കാതിരിക്കരുത്. നേരാതിരിക്കുന്നത്
നല്ലത്. മക്കളെ, യേശുവിന് വേണ്ടി നിൽക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പുറകോട്ട് പോയാൽ അത് ശരിയാണോ? ഒരിക്കലല്ല. യേശുവിന് വേണ്ടി ജീവിക്കാൻ ഒരു തീരുമാനമെടുത്താൽ മരണം വരെ അങ്ങനെ തന്നെ പോണം. ഏത് പ്രതികൂലം വന്നാലും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവം മാനിക്കും, ദൈവം നമ്മെ ഉയർത്തും. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ഉറച്ചു നിൽക്കുവാൻ ധൈര്യം കർത്താവ് നമുക്ക് തരും. അപ്പൊ നോക്കിക്കേ, ഈ മകനെ കിട്ടിയപ്പോൾ അവൻ ഏറെക്കുറെ അറിവായപ്പോൾ ഇവനെ എന്ത് ചെയ്തു? ആലയത്തിൽ കൊണ്ടുപോവുകയാണ്. ഇവന്റെ കയ്യിൽ പിടിച്ച് ആമേൻ സ്തോത്രം ഈ അമ്മ എന്ത് ചെയ്ത? അല്ലെങ്കിൽ ആലയത്തിൽ കൊണ്ട് പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. നല്ല ഒരു അമ്മച്ചി. സ്തോത്രം. ഈ സുവിശേഷങ്ങളിൽ 2 ഇടിമക്കളെ കാണുന്നുണ്ട്. ഇടിമക്കൾ ആരാന്നറിയാമോ? യാക്കോബും. ഇവന്മാർ പ്രശ്നക്കാരന്മാരാ അല്ലേ? അതുകൊണ്ടായിരിക്കും ആ പേര് ഇത്ര തന്നെ. വിശ്വാസി ഓക്കെ. സ്തോത്രം. നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, നിങ്ങൾ ഇവിടെ ഉണ്ടോ ഞാൻ നോക്കിയത്. സ്തോത്രം. ഇവരെന്താ? പ്രശ്നക്കാരാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അമ്മച്ചി ഇവരെന്ത് ചെയ്തു? ഒരുത്തനെ ഇടത്തും ഒരുത്തനെ വലത്തും പിടിച്ചോണ്ട് നേരെ യേശുവപ്പച്ചന്റെ അടുത്തി ചെന്നിട്ട് പറയാ, യേശുവേ, ഒരുത്തനെ ഇടത്തും ഒരുത്തനെ വലത്തും ഇരുത്തണേ. എത്ര നല്ല അമ്മച്ചിയാ. വേറെ എങ്ങും ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ. എവിടെ പോയിരിക്കണം? യേശുവിന്റെ സന്നിധിയിൽ. ആമേൻ. നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ അങ്ങനെ പലരെയും ദിവസത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും പോകാൻ നേരമില്ല ഇപ്പൊ, അല്ലേ? അവർക്ക് പ്രാർത്ഥന കേൾക്കുമ്പോ ബുദ്ധിമുട്ടാ, ആരാധന കേൾക്കുമ്പോട്ടും അവര് പറയും, എന്നോട് ഇങ്ങനെ നിന്നാൽ ഞാൻ ഈ മേലെ പള്ളി വരികയില്ല, ഞാൻ മേലെ ആരാധനയ്ക്ക് വരികയില്ല. അല്ലേ? നിങ്ങളല്ല, നിങ്ങളാരും അല്ല, ഞങ്ങളൊക്കെ അവിടെ ഉള്ളവർ. കുഞ്ഞുങ്ങളോടൊന്നും ഒന്നും പറയാൻ പറ്റിയില്ല. മുഖം മുഷിഞ്ഞ് പറഞ്ഞാൽ, ഗൗരവത്തോടെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പിറ്റേ ആഴ്ച പള്ളിയില്ല. അങ്ങനത്തെ തലമുറയാണ്. എന്നാൽ ഈ 2 മക്കളും അമ്മച്ചി അനുസരിക്കുക കേട്ടോ, ഇടത്തും വലത്തും ഇരുത്തനെ. സ്തോത്രം. പക്ഷേ യേശു വേറൊരു മറുപടിയാണ് പറഞ്ഞത്. എങ്കിലും അവർ 2 പേരുടെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ നാളെ ഭൂമിയിൽ എന്തു സംഭവിക്കാൻ പോകുന്നു എന്ന് എഴുതി വെച്ചത് യോഹന്നാനാണ്. ആമേൻ. നാളെ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലോകം തീരുമെന്നും ഒരു രാജാവ് ഭരിക്കാൻ വരുമെന്നൊക്കെ അവൻ എഴുതി വെച്ചത് വെളിപ്പാട് ദിവസത്തിൽ യോഹന്നാൻ അപ്പോസ്തലനാണ്. യാക്കോബും വ്യത്യസ്തമല്ല. യാക്കോബ് ഒരു പ്രാർത്ഥന മനുഷ്യനായി മാറ്റപ്പെട്ടു. മാതാവിന്റെ സമർപ്പണം ലഭിക്കപ്പെട്ട തലമുറയെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോയത് കൊണ്ട്, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചത് കൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടു. അല്ലെങ്കിൽ അവർ നന്മകൾ പ്രാപിക്കുവാനിടയായി, അവർ ഉയർച്ച പ്രാപിക്കാനിടയായി തീർന്നു. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ദൈവത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ, ദൈവത്തിന് വേണ്ടി നിങ്ങളെ നിവേദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിനോട് അടുത്ത് ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ഒരു അനുഗ്രഹമാണ്. ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തലമുറകളെല്ലാം ഈ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി തീർന്നിരിക്കുകയാണ്. മാതാപിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് തലമുറകൾ മാറിപ്പോയി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് സ്കൂളിൽ ചെന്ന കൊച്ചു മക്കൾ വരെയും എന്താ ലഹരി ഉപയോഗിച്ചോണ്ടേ, ഇല്ലേ? കൂട്ടുകാരൊക്കെ എങ്ങനെയല്ലേ? ആണോ? നമ്മൾ അതിനകത്തുണ്ടോ? അയ്യോ, നമ്മൾ നോക്കുക പോലും ചെയ്യരുത്. സ്തോത്രം. കൂട്ടുകാരൻ പറയണം, അതൊന്നും നോക്കണ, ഇതൊന്നും കഴിച്ചു നോക്കണ, നല്ല മിഠായിയാണ് എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ കൊണ്ടുതരുന്നത്. ഒരു ദിവസം കഴിച്ചു കഴിയുമ്പോൾ പിറ്റേ ദിവസം അത് കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടാകും. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ മാറിക്കഴിഞ്ഞു. ആമേൻ. സ്തോത്രം. ഇനി അത് മാത്രമല്ല, മദ്യം കുടിക്കുന്നത്. നേരത്തേക്ക് എനിക്കറിയാം, ഞങ്ങളുടെയൊക്കെ കൊച്ചു പ്രായത്തിൽ 70 വയസ്സിന് മേലുള്ള അപ്പച്ചന്മാരാണ് മദ്യം കൊണ്ടു നടക്കുന്നത്, അല്ലേ? ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. 70 വയസ്സിന് മേളിൽ അവരൊക്കെ മദ്യം എടുക്കത്തുള്ളൂ. ഇപ്പോൾ 4-5 വയസ്സ് കഴിയുമ്പോഴേ ഈ കുപ്പിയുമായിട്ടാണ് കുഞ്ഞുങ്ങൾ നടക്കുന്നത്. സ്തോത്രം. കാരണം ഇന്ന് ഈ സാധനങ്ങളൊക്കെ അവരെ വേറെ ലോകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. മാറ്റിക്കൊണ്ടിരിക്കുക. മോളെ ശ്രദ്ധിക്കണം കേട്ടോ. സ്തോത്രം. ഇന്നേ ഈ സാധനം ഉണ്ടല്ലോ, സ്തോത്രം, മക്കളെല്ലാം വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എത്ര കണ്ടാലും മതി വരത്തില്ല. ഇങ്ങനെ കയറി നെറ്റ് വഴി കയറി എങ്ങും പോവുക. ഇത് വെച്ച് അപ്പനെ അമ്മയെ അനുസരിക്കത്തില്ല. പ്രായമുള്ളവർ വന്നാൽ അവരെ ബഹുമാനിക്കത്തില്ല. ആ നിലവാരത്തിലേക്ക് തലമുറകൾ മാറിക്കഴിഞ്ഞു. ഉപയോഗിക്കണം. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ ഇതങ്ങ് മാറ്റി വെക്കണം.
ആമേൻ. നമ്മുടെ ബലം നമ്മുടെ കർത്താവായിരിക്കണം. നമ്മുടെ ശക്തി നമ്മുടെ കർത്താവായിരിക്കണം. നമ്മുടെ ലഹരി എന്ന് പറയുന്നത് കർത്താവായിരിക്കണം. ഈ യേശുവിനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. സാത്താന്യ ആരാധന ഇറങ്ങിയിട്ടുണ്ട്. സാത്താന്യ ആരാധന ചെറുപ്പക്കാരായി ഏറ്റവും കൂടുതൽ പോകുന്നു. ചില നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത്, ആമേൻ സ്തോത്രം, ഒരു സ്ഥലത്ത് ഒരു ഡോക്ടർ അപ്പനെയും അമ്മയും പെങ്ങന്മാരെയൊക്കെ വെട്ടിക്കൊന്ന ചരിത്രങ്ങൾ പേപ്പർ വഴി വായിച്ചോ ഇല്ലയോ? വായിച്ചിട്ടുണ്ട്. ഒരു ഡോക്ടർ അദ്ദേഹം ചെയ്യാൻ കാരണം ഈ ശൈത്താനെ ആരാധനയ്ക്ക് പോയതാണ്. അവിടെ ചെന്ന് അങ്ങനെ പഠിപ്പിച്ചു, ഒരാളെ കൊന്നാൽ ദൈവം പ്രസാദിക്കും, മോക്ഷം കിട്ടും. അതുകൊണ്ട് ആ കൊലപാതകത്തിന് വേണ്ടി മുതിർന്നു. ലഹരി പദാർത്ഥങ്ങൾ ധാരാളമായി ഉപയോഗിക്കാൻ തുടങ്ങി. ആ മകൻ വേറൊരു മാനസികാവസ്ഥയിലേക്ക് പോയി. അങ്ങനെയാണ് ആ കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞത്. സ്തോത്രം. ഞാൻ പറയാം കുഞ്ഞുങ്ങളെ, ഈ ലഹരിയുടെ ഒന്നും പുറകെ പോകാതെ യേശുവിനെ അറിയുന്നതുപോലെ അറിഞ്ഞ് മുൻപോട്ട് പോയാൽ നമ്മുടെ കുടുംബവും ഭാവി അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അല്ലെങ്കിൽ നോക്കിക്കേ, ഈ ശമൂവേലിനെ എന്ത് ചെയ്തു? മാതാവ് കൈക്ക് പിടിച്ച് ആലയത്തിൽ പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് പുരോഹിതനോട് ചോദിക്കുക, പുരോഹിത, പാസ്റ്ററെ എന്നെ അറിയാമോ? പാസ്റ്റർ പറഞ്ഞു, ഇല്ല, അറിയില്ല. ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്നെ മനസ്സിലാകുന്നുണ്ടോ? പാസ്റ്റർക്ക് മനസ്സിലായി. പാസ്റ്റർ കണ്ണു മങ്ങി, കേൾവി കുറഞ്ഞു, തൊലിയെല്ലാം ചുളുങ്ങി, തലമുടിയെല്ലാം നരച്ചു, പ്രായാധിക്യത്തിലേക്ക് പോയി, ഓർമ്മയൊക്കെ വളരെ കുറവുണ്ട്. എന്നിട്ട് അവസാനം ഈ അമ്മച്ചി തന്നെ പരിചയപ്പെടുത്തുക, പണ്ടേ ഞാൻ ആലയത്തിന്റെ പുറകിൽ വന്നേ മൂലക്കിരുന്ന് കരഞ്ഞത് ഓർമ്മയുണ്ടോ? അന്നേരം എന്നോട് പറഞ്ഞില്ലേ, നീ മദ്യം കുടിച്ചിട്ടാണോ വന്നത്, വീഞ്ഞ് കഴിച്ചിട്ടാണോ വന്നത്, നിനക്കൊരു മനോഭാരമുണ്ടല്ലോ എന്ന് ചോദിച്ചില്ലേ? ഏലി പുരോഹിതന് ഓർമ്മ ഒന്ന് ശരിയാ ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു, ആ വ്യക്തി ഞാനാ കേട്ടോ, ആ വ്യക്തി ഞാനാ. നിങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടില്ലേ? അതിന്റെ ഫലമായിട്ട് എനിക്കൊരു തലമുറയെ ദൈവം തന്നു. അവന്റെ മുലകുടിയൊക്കെ മാറി. ഇപ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവനെ അങ്ങയുടെ ആ സ്വതം അങ്ങയോട് ചേർത്ത് നിർത്തിക്കൊള്ളണം. അങ്ങയുടെ കാലശേഷം ഇവൻ ആ ശുശ്രൂഷ ചെയ്തോളും. എത്ര കാഴ്ചപ്പാടുള്ള മാതാവ്. ഏലിയുടെ ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ ആ ശുശ്രൂഷ ചെയ്യേണ്ടത് മക്കളാണ്. മക്കളില്ല. മക്കൾ അനുസരണം കിട്ടുപോയത് കൊണ്ട് ദൈവം അവരെ തട്ടിക്കളഞ്ഞു. കാരണം അല്ലെങ്കിൽ ദൈവ മക്കളുടെ മക്കൾ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കുമ്പോൾ, അവർ പള്ളിയിൽ പോകുമ്പോൾ, അവർ ആരാധിക്കുമ്പോൾ തലമുറകൾ വേറെ ലോകത്തിലേക്ക് പോകാനല്ല, തലമുറകളും ആ വഴിയിലേക്ക് വരണം. ഇല്ല എങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയാണ്. ഇപ്പോൾ അടുത്ത ശുശ്രൂഷ ഏൽക്കേണ്ട ഏലിയുടെ മക്കൾ ആരും അവിടെ ഇല്ല. പകരം ശമൂവേലിനെ കൊണ്ടുവന്നിട്ട് മാതാവ് പറയുക, അങ്ങയുടെ കാലശേഷം ഇവനായിരിക്കണം ശുശ്രൂഷ ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശമൂവേലിനെ ആലയത്തിൽ സമർപ്പിച്ചു. അവൻ ആ ശുശ്രൂഷ ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അതിന്റെ 27ാമത്തെ വാക്യം വായിച്ച്, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് സമർപ്പിച്ചിരിക്കുക. മൂന്നാം വാക്യന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. ആ കാലത്ത് ഏലിയുടെ മുൻപാകെ ആമേൻ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു. നോക്കിക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്ന ആ കാലത്ത്. ഏത് കാലത്ത്? ആമേൻ. ഈ മക്കൾ ഏലി പുരോഹിതന്റെ മക്കളൊക്കെ പട്ടുപോയ ആ കാലത്ത്, ആമേൻ സ്തോത്രം, ദർശനം പ്രാപിച്ചവർ ഏറെ ഒന്നും ഇല്ലായിരുന്നു, വചനം കുറവായിരുന്നു. ശമൂവേൽ എന്ത് ചെയ്തു? ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. മക്കളെ, അപ്പൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാൻസ് ആർക്കാ? നമ്മളെയൊക്കെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കൊണ്ടുപോകണം. ഹല്ലേലൂയ. ഒരു പരിധി വരെയൊക്കെ മാതാപിതാക്കന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അതിനുശേഷം തലമുറയായിട്ട്
ആമേൻ. ഈ ശുശ്രൂഷ ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുക. വിശ്വസ്തയോടെ ആ ശുശ്രൂഷ നമുക്ക് ചെയ്യുവാൻ കഴിയണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഏലി പുരോഹിതന്റെ ശേഷം ശമൂവേൽ ആ ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. അവനെ വിട്ടിട്ട് അമ്മ അങ്ങ് പോയില്ല കേട്ടോ, ദൂരത്തിൽ പോയി. 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. സ്തോത്രം. 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അപ്പൊ നോക്കിക്കേ, ദൈവത്തിന് നിവേദിച്ചു കഴിഞ്ഞപ്പോൾ പഞ്ഞിനൂല് കൊണ്ടുള്ള അങ്കി ധരിച്ച് ദൈവത്തിന് വേണ്ടി ശക്തമായി ശമൂവേൽ ശുശ്രൂഷ ചെയ്തു. ആമേൻ. പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കിയൊക്കെ വിശുദ്ധീകരിച്ചു കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അത് ദൈവം അങ്ങനെ അഹരോനോടും പറഞ്ഞിട്ടുണ്ട്. പുരോഹിതന്മാരുടെ മക്കളൊക്കെ ഇടുന്ന വസ്ത്രം ശുദ്ധീകരിച്ചതായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് തലമുറകളെ നോക്കി ഇന്ന് വസ്ത്രമൊന്നും പിള്ളേർക്ക് വേണമെന്നില്ല. സ്തോത്രം. ഇന്ന് ഞങ്ങളുടെ അടുത്ത് ഇടയ്ക്ക് ഒരു കടയുടെ ഉദ്ഘാടനം നടന്നു. പറയാൻ പറ്റത്തില്ല. അപ്പം വിദഗ്ധയായ ഒരാളെയാണ് കൊണ്ടുവന്നത് ഉദ്ഘാടനം ചെയ്യാൻ. പക്ഷെ ആ വേഷ സംവിധാനം എനിക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് കൂകിയാണ് കിട്ടണം. ഇന്നൊരു ഫാഷൻ എന്ന് പറയുന്നത് വസ്ത്രമില്ലാത്തതാ ഒരു ഫാഷൻ അല്ലേ? വസ്ത്രമില്ലാത്തൊരു ഫാഷനായി മാറിയിരിക്കുക. സ്തോത്രം. പയ്യന്മാരാണെങ്കിൽ ഒരു പാൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കും. ബെൽറ്റ് എപ്പോഴാ ഊരി പോകുന്ന പറയാൻ പറ്റിയില്ല. സ്തോത്രം. ഫാഷനാണ്. അതെന്തോ വലിയ ഫാഷനാണ് പറയുന്നത്. ഞാൻ നോക്കിയിട്ട് ഒരു ഫാഷനുമല്ല. അതെന്തോ ഫാഷൻ? സ്തോത്രം. ശരീരഭാഗങ്ങളെ കാണിച്ചുകൊണ്ട് എന്തോ ഫാഷനാണോ? സ്തോത്രം. പെൺപിള്ളേരിടുന്ന ഡ്രസ്സ് ഇവിടെ കൊണ്ട് വെട്ടി ഇവിടെ വരെ വെച്ചിരിക്കുക. വസ്ത്രം ധരിക്കുന്നത് എന്തിനാ? ലജ്ജ മറയ്ക്കാനാണ്. ആമേ. സമൂഹത്തിൽ അത് മാന്യതയാണ്. മാന്യതയുള്ള വസ്ത്രം ധരിച്ചു പോവുകയാണ് അല്ലേ? ഇന്ന് ഫാഷൻ കയറി അങ്ങ് വല്ലാത്ത കണ്ടീഷയ്ക്ക് മാതാപിതാക്കൾ പറഞ്ഞാലൊന്നും അനുസരിക്കത്തില്ല. നേരത്തെയൊക്കെ മുടിയൊക്കെ മാന്യമായിട്ട് വിട്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. അപ്പൊ മാറിയിട്ട് ഇവിടെ മാത്രം കുറച്ച് വെച്ചേക്കും. നേരത്തെ മീശ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള ഇവിടെയാണ് മീശ വെക്കുന്നത്. ഇപ്പൊ അത് മാറിയിട്ട് ഇവിടെ വന്നു. അതും മാറ്റിയിട്ട് ഇപ്പൊ അവിടെ പഠിച്ചു കളഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിയിരിക്കുക. ഇവിടെ മാത്രം വെച്ച് ഈ കണ്ടത്തിന്റെ വരമ്പ് പോലൊക്കെ ഇച്ച്. ഇനി എന്തൊക്കെ മാറാനിരിക്കും? സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല മാതൃകയായി ഡ്രസ്സ് ധാരണത്തിലൊക്കെ കേട്ടോ. മാന്യമായ ഡ്രസ്സ് ധരിക്കും. സ്തോത്രം. അല്ലെങ്കിൽ അത് അനുഗ്രഹമാണ്. ഈ ഡ്രസ്സ് ധരിക്കാത്തവരുടെ ഒരു കാര്യം പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം എടുത്തട്ടെ, 8-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. അത് വസ്ത്രം ഇഷ്ടമില്ലാത്തവരാരുടെ കാറ്റഗറി പെടുമെന്ന് നോക്കിക്ക്. എന്താ എഴുതിയിരിക്കുന്നത്? ആമേൻ. ബഹുകാലമായി എതിർപ്പെട്ടു. അയ്യോ. അപ്പം വസ്ത്രത്തിനോട് അതൃപ്തി തോന്നുന്നത് ആരാണ്? പിശാചാണ്. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കത്തില്ല. കാരണം ഇവനെ കൊണ്ട് നടക്കുന്ന ശക്തി സാത്താനാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവൻ വസ്ത്രം ധരിച്ചു. എപ്പോഴാണെന്നറിയോ? സുബോധം വന്നപ്പോ. അപ്പൊ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കുറവുണ്ടെങ്കിൽ ഓർത്തണം. എവിടെയൊക്കെയോ ഞരമ്പ്. അതെ, നമുക്ക് ഇന്ന് ലോകത്തോട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഇപ്പോഴത്തെ തലമുറകളോടൊക്കെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുകൊണ്ട് മക്കളെ, മാന്യമായ വസ്ത്രം ധരിച്ച് ആരും ഒരു കുറ്റം പറയാത്ത രീതിയിൽ നടന്നു. നിനക്ക് നല്ല മാന്യത കിട്ടും. ആമേ. ആമേ. അല്ല, നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നത് ഫാഷൻ അല്ല. പിശാച് നമ്മളെ ചുമന്നുകൊണ്ടങ്ങ് പോകും. അവന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. അമ്മ പഞ്ഞിനൂലുള്ള വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു. ആർക്ക്? ശമൂവേലിന്. ഇന്ന് അമ്മമാര് കൊടുക്കുന്ന വസ്ത്രം ഒന്നും മക്കൾക്ക് വേണ്ട. ഒരു ജോലിക്കട കയറിയാൽ, ടെക്സ്റ്റൈൽസ് കയറിയാൽ അവര് തിരഞ്ഞെടുക്കുന്ന വസ്ത്രം. ഞങ്ങളെയൊക്കെ അപ്പൻ വസ്ത്രം മേടിക്കാൻ പോകുമ്പോൾ ഞങ്ങളെ മക്കളെ 5 പേരെ ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത്. ഒന്നിച്ചു കൊണ്ടുപോയിട്ട് ഒരു ജോലിക്കട കയറിയിട്ട് എല്ലാവർക്കും ഒറ്റ കളർ തുണി. മൂത്ത ചേച്ചി മുതൽ ഇളയ അനിയത്തി വരെ ഒറ്റ കളർ.
അപ്പം ഈ കളറൊക്കെ ഷർട്ടും നിക്കറും ഒക്കെ ഇട്ട് തയ്ച്ച് ഇറങ്ങി സ്കൂളിലേക്ക് പോകുമ്പോൾ അറിയാം അത് ഇന്നോരുടെ മക്കളാ പോകുന്നേ. കാര്യം ഒറ്റ കളറാണ്. ഇന്ന് ഒരു വീട്ടിൽ 2 ഒറ്റ കളറുള്ള ഉടുപ്പ് ആരെങ്കിലും ഇടുവോ? മക്കളെ ഇടുവോ? ചേച്ചിക്ക് എടുത്തത് എനിക്ക് വേണമെന്ന് പറയും അല്ലേ? ചേട്ടനെടുത്തത് എനിക്ക് വേണ്ട, എനിക്ക് വെറൈറ്റി മതി. സ്തോത്രം. മാതാപിതാക്കന്മാരുടെ കയ്യിൽ നിന്നൊക്കെ അങ്ങ് വിട്ടുപോയി തലമുറ. അവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ അത് മാന്യമായിരിക്കണം. ആരൊരു കുറ്റം അതിനകത്ത് പറയരുത്. ശമൂവേൽ ബാലൻ മാതൃകയുള്ളൊരു പയ്യനാണ്. അമ്മ അവന് വസ്ത്രം തയ്പ്പിച്ചു കൊടുക്കും, അവരെ ഇടിയിപ്പിക്കും. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഒരു അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. സ്തോത്രം. നോക്കിക്കേ, 3 ശുശ്രൂഷകളും ഒരുപോലെ ചെയ്ത ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് ശമൂവേലാണ്. സ്തോത്രം. രാജാവായിട്ടും പുരോഹിതനായിട്ടും ന്യായാധിപനായിട്ടും ആമേൻ ഇസ്രായേൽ ജനത്തെ ന്യായപാലന ചെയ്യുവാൻ എഴുന്നേറ്റ ഒരു മനുഷ്യൻ ശമൂവേൽ ബാലനായിരുന്നു. എന്താ? അമ്മയുടെ സമർപ്പണം, ആമേൻ ദൈവത്തിലുള്ള തീഷ്ണത, അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ അല്ലെങ്കിൽ അടുക്കുവാൻ താല്പര്യം കാണിച്ചുകൊണ്ട് ദൈവനെ മാനിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. ദൈവ ശബ്ദം ഡയറക്റ്റ് കേട്ടതാ ശമൂവേൽ. ആമേൻ. ഒരിക്കൽ ശമൂവേൽ കടന്നിങ്ങനെ ഉറങ്ങുമ്പോ അവൻ ഒരു ശബ്ദം കേട്ടു, ശമൂവേലേ ശമൂവേലേ. ഇവൻ ചാടി എണീറ്റു, എഴുന്നേറ്റ് ഓടിപ്പോയി ചെന്ന് ചോദിച്ചത് ആരോടാ ചോദിച്ചേ? പുരോഹിതനോട് ചോദിച്ചു. പാസ്റ്ററെ എന്നെ വിളിച്ചോ? ഇല്ല മോനെ, ഞാൻ നിന്നെ വിളിച്ചില്ല, നീ പോയി കിടന്നു. അവൻ പിന്നെയും പോയി കിടന്നു. 2ാമത് ഒരു വിളി, ശമൂവേലേ ശമൂവേലേ. വീണ്ടും ശമൂവേൽ എഴുന്നേറ്റ് ഓടി. പാസ്റ്റർ വിളിച്ചത്. കാരണം അവൻ അതുവരെ ആരുടെ വിളിയെ കേട്ടിട്ടുള്ളൂ? പാസ്റ്റർ വിളിയെ കേട്ടിട്ടുള്ളൂ. പക്ഷെ പാസ്റ്റർക്ക് മനസ്സിലായി ഇത് വിളിച്ചത് ദൈവമാണ്. പാസ്റ്റർ അവരോട് പറഞ്ഞു, മോനെ ഇനിയും വിളിക്കുകയാണെ പറയണം, അടിയനിതാ, അടിയനോട് അരുളി ചെയ്യണമേ. ഇന്ന് പലക്കാലം എത്ര പേര് താല്പര്യപ്പെടും, ദൈവമേ എന്നെ ഡയറക്റ്റ് ഒന്ന് വിളിക്കണമേ, നിന്റെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ, നിന്റെ ആലോചന എന്നെ ഒന്ന് അറിയിക്കണമേ. കർത്താവേ, നിന്റെ വചനം കാക്കുവാൻ, നിന്റെ വചനം ഏറ്റെടുക്കുവാൻ എന്നെ ഒന്ന് വിളിക്കണമേ എന്ന ആ ശബ്ദം കേൾക്കുവാൻ എത്ര പേര് ഇന്ന് പകൽക്കാലം ആ കാതുകളെ കൊടുക്കുവാനിടയായിത്തീരും. അവരോട് ദൈവത്തിന് വലിയവ സംസാരിപ്പാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കണമെങ്കിൽ വേണ്ടാത്തതൊക്കെ നമ്മൾ വിട്ടേ പറ്റൂ. ഒരിക്കൽ ശൗലും ഫ്രിത്യനുമായിട്ട് ഒന്നിച്ച് കടന്നു പോകുമ്പോൾ ദൈവാത്മാവ് ശമൂവേലിനോട് പറഞ്ഞു, ശൗലിനെ പോയി അഭിഷേകം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. തൈലക്കൊമ്പും കൊടുത്തു വിട്ടു. ശമൂവേൽ പ്രവാചകൻ അവൻ ശൗലിനെ അഭിഷേകം ചെയ്യുവാൻ പോകുമ്പോൾ അവന്റെ കൂടെ ഫ്രിത്യനുണ്ട്. അപ്പൊ ശമൂവേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ശൗലേ, ദൈവത്തിന്റെ അരുളപ്പാട് നിന്നോട് അറിയിക്കുവാൻ നീ അല്പം നിൽക്കാം, നിന്റെ ഭൃത്യനോട് മുൻപോട്ട് പോകാൻ പറ. എന്നെ ഭൃത്യൻ കൂടെ നിന്ന ആത്മാവിന് പറയാൻ പറ്റത്തില്ല. സ്വന്തം ഭൃത്യനോട് മുൻപോട്ട് പോകാൻ പറ, നീ അല്പം നിൽക്കാം, എനിക്ക് നിന്നോടാ സംസാരിക്കാനുള്ളത്. ഭൃത്യൻ ആരാ? നമ്മുടെ സ്വഭാവം, നമ്മുടെ വാശി, നമ്മുടെ വൈരാഗ്യം, നമ്മുടെ കോപം, ഇതൊക്കെ ആരാ? നമ്മുടെ കൂടെ നിൽക്കുന്ന ഭൃത്യന്മാരാ. ഇത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന് സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനെ മാറ്റി നിർത്തിയിട്ട് വേണം ദൈവശബ്ദം കേൾക്കാൻ. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ശമൂവേൽ ഭൃത്യനെ മുൻപോട്ട് അയച്ചിട്ട് ശൗലിനെ മാത്രം പിടിച്ചു നിർത്തി അവന്റെ മേൽ തൈലക്കൊമ്പ് എടുത്തൊഴിച്ചു, അവനെ അഭിഷേകം ചെയ്തു. ഇന്ന് പകൽക്കാലം ചില വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുവാൻ നിന്നെ പറ്റി ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്, ദൈവത്തെ പറ്റി വലിയൊരു ഉദ്ദേശം നിനക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സമർപ്പിക്കുക, ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. സമയം മുൻപോട്ട് പോയി ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവസാനത്തെ സ്ഥലം വേറെ ഒന്നുമല്ല, ഗിലെയാദ്. അതിന്റെ അർത്ഥം അവിടെ തൈലമുണ്ട്, സൗഖ്യമുള്ള ദേശമുണ്ട്. സൗഖ്യം തരുന്ന ദേശമാണ് ഗിലെയാദ്. ആ ഗിലെയാദിനെ മറക്കുവാൻ കഴിയത്തില്ല.
യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 21-22 വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 21-22 വാക്യങ്ങൾ. സ്തോത്രം. വചനത്തിൽ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ആ ഞാനും മുറപ്പെട്ട് ആമേൻ ദുഃഖിച്ചു നടക്കുന്നു. ആ സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. ആമേൻ. ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? അവിടെ വൈദ്യമില്ലയോ? അവിടെ വൈദ്യമില്ലയോ? എന്റെ ജനത്തിൻ പുത്രിക്ക് ആ രോഗശമനം വരാതെ അപ്പൊ ഗിലെയാദിൽ എന്തുണ്ട്? തൈലമുണ്ട്. സുഖപ്പെടുത്തുന്ന മരുന്നുകൾ അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവാത്മാവ് നമ്മോട് ഇന്ന് പകൽക്കാലം ഒരു ദൂതങ്ങളെ പറയുന്നത് ആ യിരെമ്യാ പ്രവചനം 46-ാം അധ്യായം നിർത്തി അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഗിലെയാദിന്റെ വിശേഷത അവിടെ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? 46:11. മിസ്രയീം പുത്രിയായ കന്യകേ, ആ ഗിലെയാദിൽ ചെന്ന് തൈലം വാങ്ങുക. എവിടെ ചെന്ന് തൈലം വാങ്ങണം? ഗിലെയാദിലാണ് തൈലമുള്ളത്. ഗിലെയാദിൽ ചെന്ന് തൈലം വാങ്ങുക. നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ. ആ നിനക്ക് രോഗശാന്തി ഉണ്ടാകുകയില്ല. നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് വെറുതെയാണ്, സൗഖ്യം ഉണ്ടാകത്തില്ലെന്ന്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇവിടുത്തെ എല്ലാം യേശുവിന്റെ പേരിൽ വിളിക്കുന്നിടത്തൊന്നും ഓടരുത്. പ്രൈസ് ദി ലോർഡ്. സൗഖ്യമുള്ളത് എവിടെയാണ്? ഗിലെയാദിലാണ്. ആ ഗിലെയാദ് 2500 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട യേശുവിന്റെ ചങ്കിൽ നിന്ന് ഒഴുകപ്പെട്ട തിരുരക്തമാണ് ഈ വിശുദ്ധ തൈലം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ തൈലം ആരേറ്റെടുക്കുന്നു അവർക്ക് സൗഖ്യമുണ്ട്, അവർക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. അവർക്ക് ആശ്വാസമുണ്ട്. അവർ രോഗികളായി തീരത്തില്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഏത് രോഗത്തിനും മതിയായതായ തൈലമാണ് ഗിലെയാദിലുള്ളത്. അത് യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിന്നൊഴുകപ്പെട്ട ആമേൻ ആ രക്തം, ആ ചുടുരക്തം. ഇത് വൽക്കാലം എത്ര പേര് അത് ഏറ്റെടുക്കുവാനിടയായിത്തീരും. ഇതുവരെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ല എങ്കിൽ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ കർത്താവിനെ ഞാൻ യേശുവിനായി രക്ഷകനായി ദൈവമായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല, എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ അംഗീകരിക്കുന്നു, താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സമർപ്പിക്കുവാനിടയായി തീരട്ടെ. നിനക്ക് വേണ്ടിയാണ് ആ തൈലം ഗിലെയാദിൽ ഒഴുക്കപ്പെട്ടത്. നിനക്ക് വേണ്ടിയാണ് തകർക്കപ്പെട്ടത്. ആ തൈലം നിന്റെ പാപത്തിന് ഉതകുന്നതാണ്, നിന്റെ പാപത്തെ മാറ്റുവാൻ കഴിയുന്നതാണ്. ഏത് മാരക രോഗങ്ങളെയും സൗഖ്യം വരുത്തുവാൻ കഴിവുള്ളതാണ് ഈ ഗിലെയാദിലെ ഔഷധ തൈലം. ഇന്ന് വൽക്കാലം എത്ര പേര് അത് ഏറ്റെടുക്കുവാൻ തയ്യാറായിട്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഓർപ്പിച്ചു, എന്റെ മാതാവിനെ മെഡിക്കൽ കോളേജിൽ നിന്ന് ക്യാൻസറായിട്ട് ഉപേക്ഷിച്ചതാണ്. പക്ഷെ ഇന്നും 88 വയസ്സുണ്ട്, ജീവനോടെ ഇരിക്കുക. കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി ആരോഗ്യവും ബലോദയവും കൊടുത്തു. ആമേൻ. സ്തോത്രം. ദൈവം എത്ര വിശുദ്ധനായ ദൈവമാണ്, എത്രയോ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് വൽക്കാലം ഏൽപ്പിക്കാം. മാറാ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള കർത്താവ്. കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിനക്കൊരു മേച്ചിൽപ്പുറം അവൻ കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ 4 മേഖലകളിലൂടെ കർത്താവ് നമ്മെ കൊണ്ടുപോകുകയാ. ആ മേഖലയിൽ കർമ്മേലിന്റെ അനുഭവം ഉണ്ടാകണം, ആ മേഖലയിൽ ഭാഷാന്റെ അനുഭവം ഉണ്ടാകണം, ആ മേഖലയിൽ എഫ്രീമിന്റെ അനുഭവം ഉണ്ടാകണം, ആ മേഖലകളിൽ ഗിലെയാദിന്റെ അനുഭവം ഉണ്ടാകണം. ഈ ദിവസങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കപ്പെടാം, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നിന്നെ തകർക്കുവാൻ ഒരു ഭാഷാ ശക്തികൾക്ക് കഴിയത്തില്ല. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആ